EMS നാട്ടിൽ നിന്നാണ് ചണ്ടാളബാബ വരുന്നത്, ഏലംകുളത്ത് നിന്നാണ് വരുന്നത്. മനയുടെ തൊട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ആ ക്ഷേത്രത്തിൽ പോലും ഇപ്പോഴും ഒരു എന്താ പറയുക, ജാതി ബ്രാഹ്മണേതര വ്യക്തിയെ മാല കെട്ടാൻ പോലും നിർത്തുന്നില്ല എന്ന് നമ്മൾ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ. ഗതം ശൂദ്രസ്യ ശൂദ്രത്വം വിപ്രസ്യാപി വിപ്രദാനം. അതുകൊണ്ട് ശുദ്ധ ശാക്ത കൗളത്തിൽ ഈ ആർത്തവം അശുദ്ധിയായിട്ട് കാണുന്നില്ല. അതിദരിദ്രമൊക്കെ ഇല്ലാണ്ടായി എന്ന് പറയുക മാത്രമാണ്. അവരൊരിക്കലും എല്ലാവരും മുതലാളിയാവാൻ സമ്മതിക്കില്ല. അപ്പോൾ മുതലാളി എല്ലാവരും ആയിക്കഴിഞ്ഞാൽ പിന്നെ തൊഴിലാളിയില്ല, പ്രസ്ഥാനമില്ല, എല്ലാവരെയും ബ്രാഹ്മണനാക്കില്ല. കാരണം എല്ലാവരും ബ്രാഹ്മണനായാൽ പിന്നെ ഇവർക്ക് പറയാൻ ആശയമില്ല. യേശുവിൽ നല്ല കസ്റ്റമർ ഉണ്ടാകുന്നത് കുറച്ച് ചക്രവർത്തിയാണ് ഇന്നത്തെ വ്യവസ്ഥയിലേക്ക് വരുന്നത്. ഹിന്ദു പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കുന്ന ഒരു അഡ്വക്കേറ്റ് പറയുകയാണ്, ഇത് പെട്ടെന്ന് നടക്കാനൊരു മാർഗമുണ്ട് ബാബാജി. എന്താ? അങ്ങ് ക്രൈസ്തവ മതത്തെ കൺവേർട്ട് ചെയ്താൽ മതി. വില്ലുവണ്ടി ഉരുണ്ടു നീങ്ങിയ മണ്ണിതിൽ വെന്തുരുകും തീയിലിട്ടെന്നെ ചുട്ടാലും തിരിയുകില്ല പിന്തിരിയുകില്ല എന്നെ പെറ്റ നാടാണ് മക്കളെ, പിറന്ന നാടിനും മക്കൾക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ് ഈ ജന്മം. രാജ്യത്തെ ഏക ദളിത് തന്ത്രിയാണ്. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കിന് ഇരയായ ആള്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ആള്. നമ്മുടെ കൂടെയുള്ളത് ചണ്ടാള ബാബയാണ്. മഹാചണ്ടാള ബാബ, സ്വാഗതം സമയം മലയാളത്തിലേക്ക്. സ്വാമി, ഫസ്റ്റ് ഞാൻ നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. ഈ കല്ലടിക്കോട് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചുരുങ്ങിയ വാക്കുകളൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഇതെന്ന് വെച്ചാൽ വലിയൊരു സംഭവം. നിങ്ങൾ ചുരുക്കുക എന്ന് പറയുമ്പോൾ ഒരു പരിധിയുണ്ട്, കാരണം പ്രേക്ഷകർക്ക് പോലും ഒന്നും മനസ്സിലാവില്ല. എന്നാൽ പോലും ഭാരതത്തിൽ ഒത്തിരി ആധ്യാത്മിക ദർശനങ്ങളുണ്ട്. ഇപ്പോൾ ഷഡ്ദർശനങ്ങളൊക്കെ സാധാരണ പറയും, സാങ്ക്യം, യോഗം, മീമാംസ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതുപോലെ ഒന്നും പെടാതെ നിൽക്കുന്ന ഒരു ആധ്യാത്മിക ഒരു ഉപാസനാ പദ്ധതി അല്ലെങ്കിൽ ഈശ്വരീയ പദ്ധതിയാണ് കല്ലടിക്കോടൻ മലവാരം. കല്ലടിക്കോട് മാത്രമല്ല, ശബരിമല പോലും മലവാരമാണ്. പൂരാളി അപ്പൂപ്പൻകാവ് മലവാര. മലകളും താഴ്വരകളുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഊർവര ദേവതകളെ, വനദേവതകളെയൊക്കെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതി പഞ്ചഭൂതങ്ങളെ ദേവനും ദേവിയുമായി കണ്ട് ആരാധിച്ചിരുന്ന പുരാതനമായിരിക്കുന്ന ഈ ട്രൈബ്, ഇന്നത്തെ ഭാഷ പറഞ്ഞ SC/ST അല്ലെങ്കിൽ ട്രൈബ്, ദലിത് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾ, ഇവർ ആരാധിച്ചിരുന്ന ദൈവസങ്കല്പങ്ങളുടെ ദർശനങ്ങൾക്ക് ചേർത്ത് വിളിക്കുന്ന പേരാണ് മലവാരം. പക്ഷേ എന്താ വെച്ചാൽ ഒരുപാട് കാലങ്ങൾ കടന്നു പോയപ്പോൾ ഈ മലവാര സമ്പ്രദായങ്ങളൊക്കെ വെറൊരു കൂടോത്ര മന്ത്രവാദമെന്നൊരു ധാരണ വരികയും അത്തരം പദ്ധതികളൊക്കെ ഒരു അധമമാണെന്ന് ചിന്താഗതി വന്നു. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നവരും അധകൃതരാണ്, മോശപ്പെട്ടവരാണ്, ആധ്യാത്മിക ജ്ഞാനമില്ലാത്തവരാണെന്ന് ചിന്തിക്കേണ്ടായി. അത് പിന്നീട് ആത്മീയമായിട്ടുള്ള അസ്പൃശ്യതയ്ക്കൊക്കെ കാരണമായി. അപ്പോൾ അത് ആത്മീയതയ്ക്ക് അത് അസ്പൃശ്യതയുടെ ആവശ്യമില്ല. ശുദ്ധ വേദാന്തം, ഇപ്പോൾ ശങ്കരാദ്വൈതം അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്ലാമികമായിരിക്കുന്ന ഇസ്ലാമിക മതത്തിൻ്റെ ആത്യന്തികമായ ഫിലോസഫി, ക്രിസ്ത്യനിയുടെ ഫിലോസഫി, ലോകത്തെമ്പാടുമുള്ള മതങ്ങളുടെ ആ ഒരു ആത്മീയ അർത്ഥം എന്തോ അതേ അർത്ഥമോ അതിനപ്പുറം പ്രകൃതി പരിപാലനം കൂടി അഡീഷണൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ഈശ്വരീയമായ ഉപാസനാ പദ്ധതിയാണ് മലവാരം. അത് മലവാരം എന്ന് പറഞ്ഞ രണ്ട് വാക്കാണ്. മലാറിന് ഉയർന്നത്, വാരം എന്ന് പറഞ്ഞാൽ താഴുന്നത്. അത് മലയുടെ മുകളിലുള്ള ആൾക്കാർ ആരാധിച്ചിരുന്നു, താഴെയുള്ളവർ. അപ്പോൾ താഴെയുള്ള ആരാധിച്ചിരുന്ന ആൾക്കാരെ നമ്മളിപ്പോൾ സാധാരണ ഒറ്റവാക്കി പറഞ്ഞാൽ പുലയർ എന്ന് പറയും. മണ്ണിൽ ആരാധിക്കുന്നത്. മലയിൽ ആരാധിക്കുന്ന ആൾക്കാരെ മലയർ എന്ന് പറയും. അപ്പോൾ മല ഉയർന്നതാണ്, അത് സ്പിരിച്വാലിറ്റി. താഴെ എന്ന് പറഞ്ഞാൽ ഭൗതികത. അപ്പോൾ ഭൗതികതയും ആത്മീയതയും അങ്ങനത്തെ അർത്ഥമുണ്ട്. അപ്പോൾ വിവിധ അർത്ഥതലങ്ങളും ഇതിനൊക്കെ ഉണ്ട്. അവിടെ സൂര്യനെയൊക്കെയാണ് പ്രധാനമായിട്ടും ഭഗവാൻ, ഉദിയോൺ എന്നൊക്കെ പറഞ്ഞ് ആരാധിക്കുക, നല്ലച്ഛൻ എന്നൊക്കെ അർത്ഥത്തിലൊക്കെ ആരാധിക്കും. കേരളത്തിൻ്റെ വടക്ക് കല്ലടിക്കോട് അപ്പൂപ്പൻ, തെക്ക് കല്ലേലിക്കാവ്, ഊരാളിക്കാവ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ഈ രണ്ട് ക്ഷേത്രങ്ങളും തമ്മിൽ സമ്പ്രദായങ്ങളിൽ ഏകദേശം ഒരേപോലെയാണോ? സമ്പ്രദായങ്ങൾ ഇപ്പോൾ ഊരാളി അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ അവിടെ കുറവ സമുദായവുമായി ബന്ധപ്പെട്ടൊരു കൾച്ചറാണ് അവിടെ നിലനിന്ന്. ഇപ്പോൾ ദുര്യോധന എന്നൊക്കെ പറയുന്നുണ്ട്. അതിനോടൊന്നും നമുക്ക് അത്രയും യോജിപ്പൊന്നും നമുക്കില്ല. കാരണം ദുര്യോധന കടന്നു വരുന്നതിന് മുമ്പേ ഇവിടുത്തെ സമ്പ്രദായങ്ങളോ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു, ട്രഡീഷണലി ഉള്ള പ്രകൃതി വർഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ആരാധന. അതിനപ്പുറം ഒരു ഇപ്പോൾ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ പറയും, ഇവിടെ ഇരിക്കുന്നൊരു ചേച്ചിയാണെങ്കിൽ അതിൻ്റെ അനിയത്തിയാണ് അപ്പുറത്ത് എന്നൊക്കെ പറയും. ഇങ്ങനത്തെ ബന്ധങ്ങളൊന്നുമല്ല. ഈ കല്ലടിക്കാവ് അപ്പൂപ്പൻ ക്ഷേത്രവും കല്ലേലിക്കാവ് ഊരാളിക്കാവ് ക്ഷേത്രവും തമ്മിൽ കല്ലടിക്കോട് അങ്ങനെയല്ല. ഇതൊക്കെ എന്താ വെച്ചാൽ ഈ മലവാര ദൈവ സങ്കല്പങ്ങൾ, സാധനാ കേന്ദ്രങ്ങൾ, അത് ശരിക്കും സത്യം പറഞ്ഞ ഒരു അക്കാഡമിയാണ്. നമ്മളിപ്പോൾ നളന്ദ തക്ഷശിലയൊക്കെ പറയില്ലേ, ഇത് പറഞ്ഞ പോലെ എന്താ വെച്ചാൽ ഈ പറയുന്ന ഇത് തന്ത്രയാണ്. തന്ത്രയുടെ ഏറ്റവും എന്താ പറയുക പ്രാകൃതവും മോശം എന്നല്ല, പ്രകൃതിദത്തമായ പ്രാകൃതവും അതുപോലെ തന്നെ വിശാലവുമായിട്ടൊരു ആധ്യാത്മിക പദ്ധതിയാണ് മലവാരം. അപ്പോൾ അത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറയുന്ന പേരാണ് ഈ മലവാരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കല്ലടിക്കോട് ഇത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അവിടെ എന്താ വെച്ചാൽ കല്ലടിക്കോട് കരിനീലിയും അതുമായി ബന്ധപ്പെട്ട് കുട്ടിച്ചാത്തിനും മറ്റുള്ളതൊക്കെ ആയിട്ട് അവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. അവിടുത്തെ ആ ഫിലോസഫി പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടും ഈ ദേവതയും അതിൻ്റെ പരിവാരങ്ങളും ആയിട്ടാണ് പഠിപ്പിക്കുക. ഫിലോസഫി വരിക അങ്ങനെയാണ്. ഇനി ഇപ്പുറത്ത് വരുന്ന സമയത്ത് ഊരാളി അപ്പൂപ്പനും അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് ദേവതകൾ അഡീഷണലായിട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയുടേതായിരിക്കുന്ന
അപ്പൊ ബാബ ഫോളോ ചെയ്തു വരുന്നത് ഈ കല്ലടിക്കോട് അപ്പൂപ്പന്റെ ആ ഒരു താന്ത്രിക ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് കല്ലടിക്കോടൻ മലബാറാണ് എന്ന് കരുതിയിട്ട് അതാണ് എന്നിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ രാജ്യത്ത് മാത്രമല്ല ടോട്ടൽ ലോകത്തുള്ള തദ്ദേശീയരിക്കുന്ന ജനവിഭാഗങ്ങളൊക്കെ പല രീതിയിൽ കൺവെർട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അത് കാരണം അതൊക്കെ പ്രകൃതി ചൂഷണങ്ങൾക്കും ഇടയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോകത്തെമ്പാടും ഉണ്ടായിരുന്ന ഈ ആദിമ ദർശനങ്ങളുടെ അതിൻ്റെ ആചാരക്രമങ്ങളുടെ ആ ഒരു ഏകീകൃത ഭാവവും, ഏകീകരിക്കണം എന്നല്ല പറഞ്ഞത്, ഏകീകൃത ഭാവവും അതിൻ്റെ സ്പിരിച്വാലിറ്റിയും അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന പ്രകൃതി പരിപാലനവുമാണ് നമ്മുടെ സബ്ജക്റ്റ്. ഒന്നിലൊതുങ്ങുന്നതല്ല. പൂരാളി അപ്പൂപ്പൻ്റെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. അതിൽ നമുക്കറിയുന്നത് പറയാറുണ്ട്. കാരണം ഒരു പടുക്ക വയ്ക്കുക അത്തരം കാര്യങ്ങൾ അവർക്കുണ്ട്. കല്ലടിക്കോടൻ സമ്പ്രദായത്തിൽ പ്രത്യേകിച്ച് ഊരാളി അപ്പൂപ്പനെ വിളിച്ചു ചൊല്ലലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അതിനുവേണ്ടി കല്ലടിക്കോട് സമയത്ത് വിളിച്ചു ചൊല്ലുന്നതിനൊപ്പം തന്നെ അതിന് ഈ കളങ്ങൾ വരച്ചിട്ടൊരു പൂജാ പദ്ധതി ഉണ്ട്. അപ്പോൾ അത്തരം ചില വർഷിപ്പ് മാറ്റങ്ങളുണ്ട്. അപ്പോൾ വിവിധങ്ങളായിരിക്കുന്ന തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആചാരാനുഷ്ഠാന പദ്ധതികൾ അറിയുന്നത് പറയുകയും അറിയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു 2017 തോന്നുന്നു ദേവസ്വം ബോർഡ് അംഗീകരിച്ച ആദ്യ പൂജാരി. 2016 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അവർ അംഗീകരിക്കും. ഇപ്പോൾ ഒരു ഏകദേശം 9 വർഷമായിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, ഇപ്പോൾ കേരള സർക്കാർ, ഇപ്പോൾ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ ദളിത് പൂജാരിയെ നമ്മൾ ക്ഷേത്രത്തിൽ കയറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായ വാർത്തകൾ ഇതൊക്കെ വന്നായിരുന്നു. പക്ഷേ അങ്ങയുടെ പേര് ഞാൻ ചെറിയൊരു വാർത്ത പോലെയാണ് കണ്ടത്. കഴിഞ്ഞ 9 വർഷമായി താങ്കൾക്ക് കിട്ടാത്ത ഒരു എന്താ പറയുക, ഒരു സ്വീകാര്യത ഇപ്പോൾ ഈ ചണ്ടാള ജയന്തി ഇത് കാണുമ്പോൾ കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ചണ്ടാള ജയന്തി ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. അത് ഏകദേശം കൊണ്ട് കുറേ വർഷങ്ങളായി. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അംഗീകൃത തന്ത്രി മാത്രമല്ല, 2016 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്നത്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ സാറാണ് തിരുവിതാംകൂറിലെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. അതിനുശേഷം കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ഈ അംഗീകാരം വരുന്ന സമയത്ത് തന്ത്രിയായിട്ട് അംഗീകരിക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാരുമാണ്, പിണറായി വിജയൻ സർക്കാരാണ്. അപ്പോൾ അന്ന് എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോൾ സർക്കാരുകൾ ചെയ്തുകൊണ്ട് കൊട്ടിഘോഷിച്ച സത്യത്തിൽ ശാന്തിക്ക് ജോലിക്ക് കൊടുത്തതാണ്. ഒരു ക്ഷേത്രത്തിൽ ശാന്തിയായിട്ട് നിയമനം കിട്ടിയതാണ്. ഒരു ശാന്തിയായിട്ട് ഒരാൾ നിയമിക്കപ്പെടണമെങ്കിൽ അയാൾക്ക് ആ ശാന്തിവൃത്തി അറിയും എന്നാലും സാക്ഷ്യപ്പെടുത്തണം. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഗുരു ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു അക്കാഡമി ഉണ്ടായിരിക്കണം. ആ തരത്തിൽ ഇവർക്കൊക്കെ പഠിപ്പിക്കാനും പഠിച്ച് സർട്ടിഫൈ ചെയ്യുന്ന ആൾക്കാരാണ് തന്ത്രി എന്ന് പറയുക. അപ്പോൾ നിലവിൽ നിയമനം കിട്ടിയവരേക്കാൾ എന്താ പറയുക, നിയമന മേഖലയിൽ ഉയർന്ന സ്ഥാനമാണ് തന്ത്രി. പക്ഷെ അതിനെന്താ വെച്ചാൽ അന്ന് UDF സർക്കാർ അതിനെ കൊട്ടിഘോഷിച്ചില്ല. അതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ ചെയ്തു. അപ്പോഴും നോക്കണം, ഞാൻ ഇത് നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി കടന്നു പോവുകയാണെങ്കിൽ, ഇടതുപക്ഷ സർക്കാർ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അത് വലിയ സംഭവമല്ല. 1970 ഇവിടെ തിരുവിതാംകൂറിൽ ഓൾറെഡി അന്നും അച്യുതമേനോൻ സർക്കാരാണ്. ഇടതുപക്ഷവും കോൺഗ്രസും കൂടി ഒരുമിച്ച്, CPI-യും കോൺഗ്രസും ഒരുമിച്ച് ഭരിക്കുന്ന കാലമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ സർക്കാർ തന്നെ, പ്രാക്കുളം ഭാസിയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അപ്പോൾ അവർ ഒന്നിച്ച് ചേർന്നിട്ട് അവർ 10 ഈ അബ്രാഹ്മണരെ, ബ്രാഹ്മണ സമുദായത്തിൽ പിറക്കാത്ത ആളുകളെ പൂജാവിധികൾ പഠിപ്പിച്ച് ദേവസ്വം ബോർഡിൽ നിയമിച്ചിട്ടുണ്ട് ശാന്തിക്കാരായിട്ട്. അതിൽ പരമോ ശർമ്മ എന്ന്, ഈ പൂണൂലൊക്കെ ഇട്ടിട്ട് ശർമ്മ എന്ന് വിളിക്കുന്നവർ, പരമോ എന്ന് പറയുന്ന പുലയൻ അന്ന് മേൽശാന്തിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശാന്തി ആവുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല, പക്ഷെ തന്ത്രി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ സമയം വരെ രാജ്യത്ത് തന്നെ നമ്മളേ ഉള്ളൂ. വേറെ എവിടെയും ഇപ്പോൾ UP പോലുള്ള സ്ഥലത്തൊന്നും എവിടെയും തന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പം ഒരു കാര്യം ചോദിക്കാനുണ്ട്. വ്യത്യസ്ത കുലാചാരങ്ങളിൽ പാലിക്കുന്ന ആളുകൾ, ഇപ്പം വ്യത്യസ്ത സമുദായങ്ങളിൽ ഉൾപ്പെട്ട ആളുകൾ, ഇപ്പം ബാബയെ സംബന്ധിച്ചിടത്തോളം ദീക്ഷ കൊടുക്കുന്ന ആളാണ്, താന്ത്രിക വിധികൾ പഠിപ്പിക്കുന്ന ആളാണ്, ആദ്യത്തെ ദളിത് തന്ത്രിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഈ ആളുകൾ, ഇത്രയും വ്യത്യസ്തമായ ഒരു സമുദായം എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഊഹിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അതിനെങ്ങനെയാണ് ബാബ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത്? നമ്മളെടുത്ത് ഒന്നും എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പം ഇങ്ങനെയൊക്കെ തന്ത്രിയൊക്കെ പറഞ്ഞാൽ പോലും ഒരു ദീക്ഷാ പാരമ്പര്യത്തിൽ നമ്മൾ കൗളസ്തു പഞ്ചമാശ്രമ, കാരണം ഹിന്ദു ധർമ്മത്തിൽ സാധാരണഗതിയിൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ വലിയൊരു സബ്ജക്റ്റാണ്, പറഞ്ഞാൽ തീരില്ല. എല്ലാവരും വിചാരിച്ച ബ്രാഹ്മണിസാന്ന് എഴുതുന്നുണ്ട്. ഇപ്പോൾ ദലിതായിട്ട് ക്രിസ്റ്റുകളൊക്കെ പറയുന്നത് ബ്രാഹ്മണിസ്, അങ്ങനെയൊന്നുമല്ല. ഹിന്ദുയിസം ഒരു വൈഡായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത്തരത്തിൽ വരുമ്പോൾ ഹിന്ദുയിസത്തിൽ സാധാരണഗതിയിൽ ചതുരാശ്രമങ്ങളെക്കുറിച്ച് പറയും. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്ന വ്യവസ്ഥയിൽ ആ സന്യാസം വരെ പറയുള്ളൂ. സന്യാസം കഴിഞ്ഞാൽ സന്യാസിയും തന്നെ 6 ഘട്ടം കഴിഞ്ഞ് പോകണം. 6ാമത്തെ ഘട്ടത്തിൽ അവധൂതൻ വരും. ഈ അവധൂതനാവാൻ പെട്ടെന്നൊരു മാർഗ്ഗം എന്താ വെച്ചാൽ, പെട്ടെന്ന് പറഞ്ഞാൽ സിസ്റ്ററിൻ്റെ അവധൂതത്വം എന്ന് പറഞ്ഞാൽ കൗളസ്തു പഞ്ചമാശ്രമം, കൗളനാണ്. അപ്പോൾ കൗളധർമ്മമാണ് ചണ്ടാളബാബയുടെ ധർമ്മം. എന്നുകൊണ്ട് കൗളൻ എന്ന് വെച്ചാൽ ഗതം ശൂദ്രസ്യ ശൂദ്രത്വം വിപ്രസ്യാപിച്ച വിപ്രത, ജാതിയും വർണ്ണമൊന്നും പിടിക്കാൻ പാടില്ല, മനുഷ്യനാണെന്ന ബോധമാണ്. അപ്പോൾ വരുന്നവരാരാണ്? വരുന്നവരും തന്നെ വിവിധ സമുദായം. ഇപ്പോൾ നായർ സമുദായത്തിൻ്റെ ആൾ വരുന്നു, അത് സമുദായമാണ്. ജാതി എന്ന വാക്ക് തെറ്റാണ്.
ജാതിയിൽ നമ്മൾ മനുഷ്യരാണ്, മൃഗങ്ങൾ സസ്യങ്ങളൊക്കെ പോലെ അതിൽ നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യർ വരുമ്പോൾ സമുദായമാണ് ശരി. ഈ ധർമ്മ വ്യവസ്ഥയിൽ ഈ ലോകത്തെ പരിപാലിക്കാൻ ലോകത്തിൻ്റെ കല്യാണം കരുതിക്കൊണ്ട്, കല്യാണം മീൻസ് മംഗളം കരുതിക്കൊണ്ട് ഒത്തിരി ആളുകൾ പ്രവർത്തിക്കും. ഇപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്നത് ലോക കല്യാണം തന്നെയാണ്, നിങ്ങളൊക്കെ ലോകത്തിലെ ഓരോ വിഷയങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് ഓരോരുത്തർ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നായർ സമുദായം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ധർമ്മവും കർമ്മമുണ്ട്. അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ അത് സമമായി ഉദയം ചെയ്ത ധർമ്മ വ്യവസ്ഥയാണ്. അദ്ദേഹം വരുമ്പോൾ അവരുടെ പ്രത്യേകത, അവർക്കൊരു കുലദൈവം ഉണ്ടാവും, അതിനൊരു ആരാധന രീതി ഉണ്ടാവും, അവരുടെ ജീവിത ശൈലി അങ്ങനെയായിരിക്കും. ഇതേപോലെയല്ല ഈഴവൻ്റെ. അപ്പോൾ ഈ കല്ലടിക്കോട് ആചാരപ്രകാരം ദീക്ഷ സ്വീകരിക്കാൻ വരുന്നവരെ അല്ലെങ്കിൽ ദീക്ഷ സ്വീകരിക്കാൻ എത്തുന്നവർക്ക് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ, ഒരു അത്രയും പാലിക്കേണ്ട ഒരു ചിട്ടയായ കാര്യമാണല്ലോ കല്ലടിക്കോട് ആചാരം. അപ്പോൾ അതിന് എല്ലാവർക്കും ദീക്ഷ കൊടുക്കുകയാണോ, അതെങ്ങനെയാണ്? ഓക്കെ, അത് ആദ്യത്തെ ചോദ്യത്തിന് ഒന്നും മുഴുമിപ്പിക്കേണ്ടതുണ്ട് എനിക്ക്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ഏതൊരു സമുദായത്തിൻ്റെ ആൾ വന്നാലും നമ്മൾ അവരോട് പറയാറെന്താ വെച്ചാൽ, ഇപ്പോൾ നായർ വരികയാണെങ്കിൽ നമ്മൾ പറയും, കള്ളം പറയല്ല, അവർക്കറിയാം നമ്മൾ ആരാണ്. നമ്മൾ പറയും നമ്മളെ ഒരു നായരായിട്ട് കാണണം, ഒരു നായരായിക്കൊണ്ട് എന്നെ നിങ്ങൾ സ്വീകരിച്ചാലേ ഉള്ളൂ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നായരിൽ നിന്ന് വേണം നിങ്ങൾ ഉപദേശം സ്വീകരിക്കാൻ. കാരണം നായരുടേതായിരിക്കുന്നു കുലദേവത, സാധാരണ പരദേവതയായിട്ടിരിക്കുക ഭുവനേശ്വരിയാണ്. അപ്പോൾ ഭുവനേശ്വരി സമ്പ്രദായം നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികരായിട്ടുള്ള ഗുരുക്കന്മാണെങ്കിൽ അവിടുന്ന് വാങ്ങണം. അതല്ല, ഒരു നായരായിക്കൊണ്ട് എന്നെ കണ്ടുകൊണ്ട് എന്നോട് ഉപദേശമായിട്ട് നിങ്ങൾക്ക് പോകാൻ ശിവനിൽ നിന്നൊക്കെ ഉണ്ടായെന്ന് പറയാം. ശിവന് ജാതിഭേദം ഉണ്ടാവില്ലോ. അപ്പോൾ ഞങ്ങൾക്കും തന്നെ തലമാണ്, ശിവത്വമാണ് തലം. അപ്പോൾ ഒരുപാട് പ്രമാണം ഉണ്ടാവുന്നു, ഇപ്പോൾ ഇവിടെ ചൊല്ലുന്നില്ല, എന്തായാലും ശരി. പക്ഷേ അതിലിപ്പോൾ നമ്മളിപ്പോൾ നായരായി തോന്നിയിട്ട് വേണം ഇങ്ങനെ സ്വീകരിക്കാൻ പറയുമ്പോഴേ ഒരു ജാതിഭേദം, അവിടെ ജാതിയില്ല. അതിന് കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ സയൻസ് പഠിക്കാൻ പോകുന്നു, സയൻസിൻ്റെ ടീച്ചർ കൊണ്ട് എന്താ പറയുക, എൻ്റെ സബ്ജക്റ്റ് സയൻസ് ആണെന്നാ പറയുക. ഓക്കെ, അതിലുള്ള കാര്യമല്ലേ പറഞ്ഞു തരുള്ളൂ. ഇതിപ്പോൾ നായർ എന്ന് പറഞ്ഞാൽ അവരുടെ ഭുവനേശ്വരി കൾട്ടാണ്. ആ ഭുവനേശ്വരി കൾട്ട് സമ്പ്രദായത്തിൻ്റെ പേരാണ് നായർ, ആ സബ്ജക്റ്റിൻ്റെ പേരാണ് നായർ. ആ സബ്ജക്റ്റിനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ആ സബ്ജക്റ്റിൻ്റെ ടീച്ചറാണ് ഞാനെന്ന് കരുതണം എന്നാണ് പറയണേ. അതിനപ്പോൾ ഇതങ്ങനെ ഇന്ത്യ ഇതുവരെ മനസ്സിലാക്കി, രാജ്യം ഇതുവരെ മനസ്സിലാക്കിയ ചർച്ച ചെയ്തെന്താ വെച്ചാൽ ഇതെന്ത് വേറൊരു സാധനം, അതുകൊണ്ട് ആക്ഷേപിക്കപ്പെടുകയാണ്. ഇവിടെ നമ്മൾ നിരന്തരം അങ്ങനെയല്ല. സത്യത്തിൽ ഓരോ മതങ്ങളാണ് ഇവിടെ എന്താ പറയുക, ഹിന്ദു എന്ന് പറഞ്ഞ റിലീജിയസ് ഡിനോമിനേഷൻസ് എന്നാണ് പറയുന്നത് ഭരണഘടന. ആ ഡിനോമിനേഷൻസിൽ ശൈവ വൈഷ്ണവ ശാക്തേയം മാത്രമല്ല സമുദായങ്ങൾ പോലും ഉണ്ട്. ഇന്ന് വരെ അതല്ല പോണത്. ഹിന്ദുക്കൾ ജാതിയാണ്, ജാതി പ്രശ്നമാണ്. അത് ഈ പറയുന്ന മതം, ഒരു അബ്രഹാമിക് മതമുള്ള ക്രൈസ്തവനും മുസ്ലിമും തമ്മിൽ ഒരേ അബ്രഹാമിക് ദർശനത്തിൽപ്പെട്ടതാണ്. പക്ഷെ അവരിട്ടുണ്ട്. ഇതങ്ങനെയല്ല, വിവിധ ദർശനങ്ങളാണ്. അപ്പോൾ അതിലൊന്നാണ് നായർ. അതുകൊണ്ട് അവരുടെ സബ്ജക്റ്റ് എടുക്കുമ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി അതിൻ്റെ ഒരു അറിയുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കണം. അതാണ് നായർ എന്ന് പറയുന്നത്. അല്ലാണ്ട് നായരാകുക എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ശിവൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, ആ വിദ്യയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഈഴവനാണെങ്കിലും ഇങ്ങനെ തന്നെ അവർ സിസ്റ്റമാറ്റങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇവരുടെ വീട്ടിൽ പ്രതിഷ്ഠയാണെങ്കിലും അതേ രീതിയിൽ പോയി ചെയ്തു കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യണം, അവരുടെ വീട്ടിലത്തെ ഒരു ഗുരുവായിട്ട് നമ്മളെ സ്വീകരിക്കണം. ആചാര്യവരണം എന്ന് പറയും സാധാരണഗതിയിൽ. അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ എടുക്കണം. അപ്പോൾ എടുക്കുമ്പോൾ എന്താണ്, പണ്ടത്തെ പോലെ ഇന്നത്തെ പോലെ പേപ്പറൊന്നുമല്ല, ഒരു ആചാര പദ്ധതിയാണ്. ഞങ്ങളെ ഗുരുവായിട്ട് വരിക്കുന്നത്, നമുക്ക് വേണ്ടി ചെയ്തു തരണം. അപ്പോൾ അവരുടെ വീട്ടിൽ ഒരു അംഗമായി മാറി നമ്മൾ അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള. ഇത് ഈഴവനാണല്ലോ, അങ്ങനെ കൊടുക്കും. ഇനി അടുത്താണ് കല്ലടിക്കോടൻ പാരമ്പര്യത്തിൽ കൃത്യമായ ചിട്ടകൾ പാലിക്കണം എന്ന് പറയുമോ എന്നുള്ളത്. കല്ലടിക്കോടിൽ മാത്രമല്ല, ഏത് ഉപാസന മാർഗ്ഗമാണെങ്കിലും അതാത് ഉപാസനാക്രമങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്. അത് മാറ്റാം. ഇപ്പോൾ ഒരു വിഷ്ണുവിൻ്റെ പൂജ പഠിക്കുകയാണെങ്കിൽ വിഷ്ണുവിൻ്റെ പദ്ധതി അനുസരിച്ച് മഹാവിഷ്ണു ആണെങ്കിൽ മഹാവിഷ്ണുവിനൊരു സിസ്റ്റം ഉണ്ട് പൂജയ്ക്ക്. അത് അതേ വിധാനത്തിൽ തന്നെ പോകണം. അതാണ് ആ സമ്പ്രദായം. അപ്പോൾ ഒരു മുസ്ലിം മതത്തിന് പറഞ്ഞാൽ അവർക്കൊരു കൾച്ചർ ഉണ്ടായിരിക്കുമല്ലോ, ഒരു ക്രൈസ്തവൻ്റെ കൾച്ചറിൽ. ഇതുപോലെ ഹിന്ദുയിസത്തിൽ വിവിധ ദർശനങ്ങൾ കൾച്ചറിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കല്ലടിക്കോട് സമ്പ്രദായത്തിൽ അതിനൊരു രീതിയുണ്ട്. അതും തന്നെ എല്ലാവരും വിചാരം ചിലപ്പോൾ എന്താ വെച്ചാൽ കള്ളു കുടിക്കുക, ഒഴിയെ തിന്നുക, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലരും പലരും കരുതുക. അങ്ങനെയൊന്നുമല്ല. മദ്യം കഴിക്കലും കോഴി കഴിക്കലും ഒക്കെ എങ്ങനെ പോയാലും ഉപാസനാപരമായിട്ടുള്ള ബലി പറഞ്ഞെടുത്ത് മാത്രം. അതും ചില ആൾക്കാർ പറയുകയെന്ന് വെച്ചാൽ ഈ സമ്പ്രദായം വെറും ബലിയാണെന്ന് പറയും. അങ്ങനെയൊന്നുമല്ല. ചില ദേവതകൾക്ക് ബലിയില്ല. ഇപ്പോൾ അവിടെ മലവാരി പറയുന്ന നേരത്തെ തന്നെ മലവായിക്ക് ബലി വേണ്ട എന്ന് പറയുന്ന സങ്കല്പങ്ങളുണ്ട്. കാരണം അത് അതിനു വേണ്ടി മലവാരിക്കാണ് ബലി വേണ്ടേ, അങ്ങനെ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വതവേ ദേവതാ വ്യത്യാസങ്ങൾ അനുസരിച്ച് ഇവിടെയും ബലിയുള്ളതില്ലാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സിസ്റ്റം ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഇത് ഇപ്പോൾ ഞങ്ങൾ തൊടുകർമ്മം എന്ന് പറയും. ഇപ്പോൾ ബ്രാഹ്മണരുടെ സന്ധ്യാവന്തനം പോലെ അങ്ങനെ ചെയ്യുന്നവരും ചെയ്യാത്തവരുണ്ട്. ഇനി എന്തായാലും ശരി, തൊടുകർമ്മം സന്ധ്യാവന്തനം 9 സവിതൂർവരേണ്യം തർപ്പണം ചെയ്യണം, കാണാം, സിനിമയിലൊക്കെ കാണും. ഇങ്ങനെ പകരം ശരി പലക വെച്ചിട്ടോ അല്ലെങ്കിൽ നിലത്തോ ഒരു കള്ളി വരച്ചിട്ട് ചെയ്യുന്ന രീതി തൊടുകർമ്മം എന്ന് പറയാം. ഇത് ചെയ്യാലും പിന്നെ നിൽക്കാൻ കാരണം നമുക്ക് തോന്നിപ്പോച്ചാൽ പിന്നീട് നമ്മൾ കണ്ട വെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ കള്ള് കഴിക്കുമ്പോൾ സിനിമയിലൊക്കെ അങ്ങനെ കാണിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ തമാശയായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതിൽ അങ്ങനെയല്ല. ഇവർ എൻ്റെ അച്ഛ, നല്ലച്ഛ, പൊന്നച്ഛ, അച്ചച്ച, മുത്തച്ഛ ഇങ്ങനെ പറയും. അല്ലെങ്കിൽ ഇത് ദൈവങ്ങൾക്ക്, ഇത് ഗുരുക്കന്മാർക്ക്, പിതൃക്കൾക്ക്, ഈ സങ്കല്പത്തിൽ പണ്ട് ഇത് കുടിക്കുക. ഇതൊക്കെ തർപ്പണമാണ്. അപ്പോൾ അതൊക്കെ നിഷ്ഠയാണ്. ഈ നിഷ്ഠ വിശാലവുമാണ്.
ഇപ്പോൾ 41 ദിവസത്തെ മണ്ഡലവ്രതം ശബരിമല, അതൊക്കെ ഇതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. മണ്ഡലകാല വ്രതമൊക്കെ ഇത്തരം മലദൈവങ്ങളുമായിട്ടൊക്കെയുള്ള കൾച്ചറിൻ്റെ ഭാഗം. മറ്റ് ഹിന്ദുയിസത്തിലൊന്നും അത്തരത്തിലുള്ള വ്രതമൊന്നുമല്ല. തിങ്കളാഴ്ച വ്രതം, ചൊവ്വാഴ്ച വ്രതം എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഏകാദശി വ്രതം പോലെ, ഇങ്ങനെയൊക്കെയുള്ള വ്രതങ്ങൾ. ഈ 41 ദിവസത്തെ വ്രതം ശരിയെ കാണണമെങ്കിൽ മല ആചാരങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ശബരിമല എന്ന് പറഞ്ഞാൽ ഹൈജാക്ക് ചെയ്താണെന്നാണ് പറയുന്നത്. ശബരിമല മാത്രമൊന്നുമല്ല, ലോകത്തുള്ളപ്പോൾ ഇതിന് മക്ക ഷെരീഫ് പോലും ഒക്കെ ആദിമ നിവാസികളുടെ ആചാരങ്ങൾ ഹൈജാക്ക് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരും ആരാധനാ കേന്ദ്രം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഹഗിയ സോഫിയ വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും ആരും തർക്കിക്കരുത്. മനുഷ്യന് വേണ്ട ശാന്തതയും സമാധാനവുമാണെങ്കിൽ ഇന്നലത്തെ പറയാതെ ഇന്നിൽ നിൽക്കുക. അപ്പോൾ ഈ ശബരിമല മൂർത്തി ചാത്തനാണെന്നൊരു ചെറിയൊരു ഇടയ്ക്കൊക്കെ ഒരു പ്രചാരണം നടന്നിട്ടുണ്ടായിരുന്നു. ചാത്തൻ്റെ തറകളിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ലെന്നുള്ള ഒരു സിസ്റ്റം നേരത്തെ തൊട്ടേ ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അതിനോട് എന്താണ് ബാബയുടെ അഭിപ്രായം? അതെന്താ വെച്ചാൽ ഈ ആദിമ ഇപ്പോൾ നമ്മൾ ഇത്തരം സ്ത്രീകളെ വിട്ടു നിർത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാഹ്മണിസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്നിരുന്നാൽ പോലും എങ്ങനെ വെച്ചാൽ ആരാധന നടക്കുന്നത് ഈ ശാക്തേയമായിട്ടുള്ള ബലി ഇത്യാദി കാര്യങ്ങൾ നടക്കുമ്പോൾ സ്ത്രീകൾ അവിടെ കയറണ്ട എന്നുള്ളത് പണ്ടൊരു ചില ആൾക്കാർക്ക് വിശ്വാസം, ചില ആൾക്കാർക്ക് വിശ്വാസമുണ്ട്. ശുദ്ധമായ കവളത്തിലില്ല. ശുദ്ധമായ കവളം തന്നെ ആ ശുദ്ധിയല്ല കേട്ടോ ഇതിന്. ഇതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അത് മാത്രമുള്ള വ്യവസ്ഥ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ വിഷയം എന്താ വെച്ചാൽ സ്ത്രൈണത എന്ന് പറയുന്നത് ശാരീരികമായ അംഗാവയവങ്ങളെ കൊണ്ടാണെന്ന് കരുതി കൊടുത്തുള്ള പ്രശ്നം. ഈ സ്ത്രൈണത എന്ന് പറഞ്ഞാൽ ചാബല്യം എന്നുള്ള അർത്ഥത്തില്ല. ബലിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കില്ലേ, ഇതെന്താ വെച്ചാൽ പശുത്വം എന്നാണ് പറയുക തന്ത്രത്തിൽ. പക്ഷെ അതിനുള്ള മനക്കട്ടിയില്ല. ആ മനക്കട്ടി ഇല്ലാത്ത ആളുകളെ അങ്ങോട്ട് കയറ്റണ്ട എന്നുള്ളതാണ് ഉണ്ടായിരുന്നത്. പോയി എന്തായി, ഇത് സ്ത്രീകളാണ് വെച്ചാൽ ഝാൻസി റാണിയുടെയും ഉണ്ണി ആർച്ചയുടെയും ഒന്നും ആ വീരത്വമൊന്നും കാണാതെ പുരുഷന്മാരാണെങ്കിലോ, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ചങ്ങാതി രക്തം കണ്ടാൽ തലമിന്നും. ഇവനൊരു സ്ഥലത്ത് പോണ സമയത്ത് ആരോ എന്തോ എറിഞ്ഞു, ഇവണ് നോക്കിയോട് കൂടിയിട്ട് ചുവന്ന നിറം, എറിഞ്ഞത് തക്കാളി കൊണ്ടാ, കണ്ടത് തക്കാളി തൂല. ഇവനാകെ ഇങ്ങോട്ട് പോകണം. അയാൾക്ക് ബ്ലഡ് ചേർത്തിട്ടാണ് ഇപ്പോൾ പേര്, ഞാൻ പറഞ്ഞത് അയാൾക്ക് വിഷമമുണ്ട്, ബ്ലഡ് ചേർത്തപ്പോൾ പേര്. അപ്പോൾ അതായത് ആ സംഭവം പുരുഷന്മാർക്കുണ്ട്. പക്ഷെ അത് എന്ത് ചെയ്തു, ഒരു പുരുഷ കേന്ദ്രീകൃതമായി, അല്ലെങ്കിൽ മതങ്ങളൊക്കെ ലോകത്ത് നമ്മുടെ അഭിപ്രായമാണ് പേഴ്സണൽ, മതങ്ങളൊക്കെ അധികവും പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനം. പ്രവാചകന്മാരുണ്ടെങ്കിൽ ഒക്കെ പുരുഷന്മാർ, അധികം ദിവ്യ പുരുഷന്മാരൊക്കെ പുരുഷന്മാർ, മതത്തെ നിയന്ത്രിക്കുന്നത് പുരുഷന്മാർ, ഇങ്ങനെയൊക്കെ ഒരു വ്യവസ്ഥ 99% ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇത്, വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. പക്ഷെ അത് ട്രഡീഷണലായിട്ട് ഫോളോ ചെയ്തു പോകുന്നത്. ബാബ തന്നെ പറഞ്ഞിട്ടുണ്ട് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമാവാം, ട്രാൻസ്ജെൻഡറുകൾക്ക് പൂജാരികളാകാം എന്നുള്ള ഒരു ആയിക്കോട്ടെ. അപ്പൊ അത് ഇപ്പൊ പറഞ്ഞതുമായി ഒന്ന് താരതമ്യപ്പെടുത്താം. യെസ്, അത് പറഞ്ഞത്. ഇതിപ്പോ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് സ്ത്രീകൾ കയറണ്ടെന്നല്ല പറയുന്നത്. സ്ത്രീകൾക്ക് കയറണ്ട എന്ന് പറയേണ്ട ആ ഒരു തലം മനസ്സിലാക്കിയില്ല. സ്ത്രീണത എന്ന് പറയുന്നത് ഈ ഒരു അർത്ഥത്തിൽ മാത്രമാണ്, അല്ലാണ്ട് സ്ത്രീ എന്നൊരർത്ഥത്തിൽ അംഗാവയം കൊണ്ടല്ല. അത് പേരങ്ങനെ പറഞ്ഞു, അത് ശരിയാണെന്നല്ല നമ്മൾ വേണം. സ്ത്രീ എന്ന വാക്ക് എന്ന പുരുഷൻ എന്ന് പറഞ്ഞുകൂടെ ചോദിക്കാൻ വേണം. ഇപ്പോൾ ഫെമിനിസ്റ്റുകളൊക്കെ ചോദിക്കാം. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്, പറഞ്ഞു വന്ന രീതിയാണ് പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ ഞാനതിന് അംഗീകരിക്കുന്നതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ഇവിടെ സ്ത്രീകൾ കയറുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ സ്ത്രീകൾ കുഴപ്പമാണെങ്കിൽ ആ ദൈവം സൃഷ്ടിക്കാതിരുന്നാൽ പോരെ. സ്വാഭാവികമായിട്ട് ഇതുപോലെ തന്നെയാണ് ശബരിമലയാണെങ്കിലും ശരി. ട്രാൻസ്ജെൻഡറുകൾക്ക് പൂജിക്കാൻ, ട്രാൻസ്ജെൻഡർ മാത്രമല്ല സ്ത്രീകൾക്കും പൂജയ്ക്ക് അനുമതി കൊടുക്കണം, എല്ലാ ക്ഷേത്രങ്ങളിലും കൊടുക്കണം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഒരു കുട്ടി പുതുതായിട്ട് പഠിക്കാൻ വന്നിട്ടുണ്ട്. കുട്ടിയോട് പറഞ്ഞത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന തന്ത്രവിദ്യാപീഠം നമുക്ക് അംഗീകാരമുള്ളതാണ്. നമ്മൾ മാത്രമല്ല, തന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ച സർട്ടിഫിക്കറ്റിനും വാല്യൂ ഉണ്ട് KDRB. അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടിയോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ പുരുഷന്മാർക്ക് മാത്രമേ ദേവസ്വം ബോർഡ് അംഗീകാരം നിയമനം കൊടുക്കുന്നുള്ളൂ. മോള് പഠിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 60 ഭാഗമായിട്ട് ഞാൻ കോടതിയിൽ പോകുമ്പോൾ മോൾ ഓക്കെ ആണെങ്കിൽ, മോളുടെ ഫാമിലി ഓക്കെ ആണെങ്കിൽ കുട്ടിക്ക് കൊടുക്കണം. അല്ല അപ്പോൾ ചോദിക്കും ആർത്തവം വരില്ലേ? ആർത്തവം ദൈവത്തിന് പ്രശ്നമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യവസ്ഥയ്ക്ക് പ്രശ്നമാണെങ്കിൽ കുട്ടിക്ക് ലീവ് കൊടുക്കണം. സാധാരണ കയ്യും കാലും ഒടിഞ്ഞാൽ ലീവ് കൊടുക്കാറില്ലേ? മറ്റു പലതിന് ലീവ് കൊടുക്കില്ലേ? ആ കുട്ടിക്ക് റെസ്റ്റ്. ആർത്തവല്ല അശുദ്ധിയായിട്ടല്ല റെസ്റ്റ് ഹിന്ദുയിസം പറയുന്നേ, റെസ്റ്റിന് വേണ്ടിയിട്ടാണ്. കാരണം അവർ വയറ് വേദനിച്ചിട്ടും റീഡിങ്ങിൻ്റെ ഭാഗത്തും റെസ്റ്റ് ചിലപ്പോൾ വേണ്ടി വരും. അതുകൊണ്ട് റെസ്റ്റ് എടുത്തോളൂ എന്നാ. ഇത് പോയി എന്തോ തൊട്ടുകൂടാത്തൊരു സാധനം പോലെ. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ആർത്തവം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും ഈ മെൻസസ് ആയ സമയത്ത് സ്ത്രീകൾക്ക് ക്ഷേത്രം കയറാൻ പറ്റില്ല. എന്താണ് സ്വാമിയുടെ അതെന്താ വെച്ചാൽ ഒന്നെന്ന് വെച്ചാൽ ഈ വൈഷ്ണവി പറഞ്ഞു കഴിഞ്ഞു, സിദ്ധാന്തങ്ങൾ പലതാണ്. അപ്പോൾ ശൈവ വൈഷ്ണവ ശാക്തേയം എന്നൊക്കെ പറഞ്ഞാൽ ശാക്തേയത്തിൻ്റെ ആ ഒരു ഈ ശുദ്ധം എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും, പ്രേക്ഷകരും മനസ്സിലാക്കുക. ശുദ്ധം എന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ കേട്ട ശുദ്ധമല്ല, അതിൻ്റെ ആ കൃത്യമായ അതേ വിഷയം എന്ന് മാത്രം അർത്ഥം, അതിൻ്റെ പ്യൂരിറ്റിയോടുകൂടി നിലനിൽക്കുക എന്ന് മാത്രമേ അർത്ഥമാക്കുന്നു. അപ്പോൾ അവിടെ വെച്ചാൽ ശാക്തേയത്തിൽ ആർത്തവ അശുദ്ധിയല്ല, ആർത്തവത്തിനെ ആരാധിക്കുകയാണ്. ഇപ്പൊ കാമാഖ്യ ക്ഷേത്രത്തിൽ ആർത്തവം ഗംഭീരമായിട്ട് ആ ദേവതയുടെ ആർത്തവം ഇവിടെ എന്താ തൃപ്തി, അപ്പൊ അവിടെ ആഘോഷിക്കുന്നുണ്ട്. ആർത്തവം ആഘോഷിക്കപ്പെടും, അടച്ചിടുന്നുള്ള ആഘോഷിക്കും. ഗുരുതി ഈ പറഞ്ഞ ഗുരുതി ചെയ്യുന്ന സാധകൻ തന്നെ ഗുരുതി ചെയ്യുന്ന സമയത്ത് കൈ ഇങ്ങനെ പോകുന്നത് ശ്രദ്ധിച്ചാൽ മതി. അതിന് ആർത്തവത്തിന്റെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഒന്നാർത്തവതലാണ്, ഒരുപാട് അർത്ഥതലത്തിൽ ഒന്നാർത്തവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശക്തി ആരാധനയിൽ കുഴപ്പമില്ല. വൈഷ്ണവമായിട്ട് ഇപ്പൊ കേരളത്തിലെ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 15-ാം നൂറ്റാണ്ടിന് ശേഷം ഈ ചേനാസിന്റെ തന്ത്രസമുച്ചയം
അതെന്താ വെച്ചാൽ തന്ത്രസമുച്ചയം തന്ത്രലോകത്ത് ഞാൻ കോടതിയൊക്കെ ബന്ധപ്പെട്ട് അത് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്ത ഇതിലുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തന്ത്രസമുച്ചയം കേരളത്തിലെ ഹിന്ദുയിസത്തിൻ്റെ ആരാധനകളെ തകർത്ത ഒരു ഗ്രന്ഥമാണ്. കാരണം ഇപ്പോൾ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ടാവും ഒരു സ്കൂളിൽ പഠിക്കാനും, അതിനെയൊക്കെപ്പാടെ കൊണ്ടുപോയിട്ടൊരു മലയാളമാക്കി ഇങ്ങനെ ഉണ്ടാവും. ഇത് പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഷഡ് ദർശനങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സപ്തദേവതകളുമായി ബന്ധപ്പെട്ട പൂജാവിധാനങ്ങൾ, ശിവന്റെ പൂജാവിധാനങ്ങളല്ല വിഷ്ണുവിനെ, അതല്ല ദുർഗയ്ക്ക്, അതല്ല സുബ്രഹ്മണ്യൻ, അതല്ല ശാക്താവിനെ. അപ്പോൾ അതൊക്കെ പാടെ എന്ത് ചെയ്തു, ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു തന്ത്രസമുച്ചയം. എന്നിട്ട് എല്ലാവർക്കും ഒരേ പൂജാ സിസ്റ്റം. ആ പൂജാ സിസ്റ്റം വെച്ചപ്പോൾ എന്ത് ചെയ്തു, അവിടെ ഈ സ്മാർത്ത വിധി അനുസരിച്ച്, സ്മാർത്ത മീൻസ് സ്മൃതി ഫോളോ ചെയ്യുന്ന ചാതുർവർണ്ണ സിദ്ധാന്തം, ബ്രാഹ്മണിക് ചാതുർവർണ്ണ സിദ്ധാന്തം, അവരുടെ സിസ്റ്റത്തിനനുസരിച്ചിട്ട് പൂജാ പദ്ധതികളെ കൊണ്ടുവന്നു. തന്ത്രയിൽ ഈ ചാതുർവർണ്ണയില്ല, സ്മാർത്ത സ്മൃതിയില്ല, മനുസ്മൃതിയൊന്നും തന്ത്രത്തിലില്ല, അന്ന് ഇവർ അറിയുകയും ചെയ്യില്ല. ഗതം ശൂദ്രസ്യ ശൂദ്രത്വം വിപ്രസ്യാപിച്ച വിപ്രദന, ബ്രാഹ്മണനും ഇല്ല ശൂദ്രനും ഇല്ല, അവിടെ ഉള്ളത് മനുഷ്യനേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ ഈ സ്മാർത്തവിധി കൊടുത്തപ്പോൾ അതിൽ അശുദ്ധിയുണ്ട്, ആർത്തവത്തിന്, ബ്ലഡിനും അശുദ്ധിയുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ കോമരം ഉറഞ്ഞതുള്ളും സാധാരണ ശാക്തേക്കാവിൽ അശുദ്ധിയില്ല, ഉണ്ടെങ്കിൽ തന്നെ അവർ വ്യത്യാസം പുണ്യാഹം തെളിക്കുന്നത് വൈഷ്ണവാക്കിയുണ്ടാ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എവിടെയാണെങ്കിൽ പുണ്യാഹം തെളിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വൈഷ്ണവത്തിന്. അപ്പോൾ വൈഷ്ണവിസം ബ്രാഹ്മണിക് സ്മാർത്തവിധി അനുസരിച്ച് തുലനം ചെയ്തപ്പോഴാണ് ക്ഷേത്രങ്ങളിൽ ആർത്തവ അശുദ്ധിയതേ. അപ്പൊ അശുദ്ധി ഇല്ലേ എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അശുദ്ധി ഇല്ല, പിന്നെ എന്താ പെണ്ണുങ്ങൾ പോണതേ? അവർക്ക് എന്തിനാ അമ്പലത്തിൽ പോണത്? ഒരു സമാധാനം തേടിയിട്ടാവില്ലേ? ഈ വയ്യാത്ത ഒരാൾ അവിടെ പോയി കുത്തിലും തിരക്കിലും പെട്ടിട്ട് എന്ത് സമാധാനം, അവനവൻ്റെ വീട്ടിലിരുന്നാൽ പോരെ? അത്രയേ ഉള്ളൂ. പക്ഷെ പിന്നീട് നേരത്തെ പുരുഷ കേന്ദ്രീകൃതമാവുകയും ഈ പൗരോഹിത്യത്തിൻ്റെ മേൽക്കോയ്മ പുരുഷൻ്റെ കയ്യിലാവുകയൊക്കെ ചെയ്തപ്പോൾ സ്ത്രീ എന്തോ ഒരു മോശപ്പെട്ടവളാണെന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഇത്തരം വിശ്വാസ ലോകങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഈ വിശ്വാസമില്ല എന്ന് പറയുന്നവർക്ക് മറ്റു പലതരത്തിലും സ്ത്രീയോട് ഈ അവഗണനയുണ്ട്. അതാണ്. അപ്പോൾ അതൊന്നും അമ്പലത്തിൻ്റെ വിഷയമല്ല, ഈ ദർശനങ്ങളുടെയാണ്. സ്മാർത്ത വിധിയെ തുടർന്നിട്ടാണ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടല്ല. തന്ത്രത്തിൽ തന്നെ വൈഷ്ണവ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് ശുദ്ധ ശാക്ത കൗളത്തിൽ ഈ ആർത്തവം അശുദ്ധിയായിട്ട് കാണുന്നില്ല. ആർത്തവവതിയായ സ്ത്രീയെ പൂജിക്കപ്പെടേണ്ടവളാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് തന്ത്രം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ദളിത് പൂജാരിയെ അംഗീകരിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെയാണ് താങ്കൾക്ക് ആസിഡ് ആക്രമണമൊക്കെ ഉണ്ടായത്, വധശ്രമം ഉണ്ടാവുന്നു. ഞാൻ ചോദിക്കുന്നത് അതിൽ നിന്നുള്ളൊരു വാശിയാണോ ഇപ്പോൾ ചണ്ടാളസ്വാമി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ലെവൽ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ലെവലിൽ, ഐ മീൻസ് ഞാൻ ഇവിടെ ഇരിക്കുന്നല്ല ഉദ്ദേശിച്ചത്, സോഷ്യൽ മീഡിയയിലായാലും ഭയങ്കര പ്രചാരത്തിൽ ആ ഒരു വാശിയാണോ? വാശിയല്ല, സത്യത്തിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് എൻ്റെതായ മിഷൻ എന്താണെന്ന് ബോധ്യമായിട്ടുണ്ട്. ഞാൻ എന്തിനാണ് അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ. ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് യോഗം ഒന്നുമല്ല, ഒരു വ്യക്തമായിട്ട് ഞാൻ ഇന്നലെയും ഉണ്ട്, കൃഷ്ണൻ പറഞ്ഞാൽ ഞാൻ ഇന്നലെയുണ്ട്, ഇന്നുണ്ട്, നാളെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നത് കൃത്യമായിട്ടൊരു മിഷൻ. ആ മിഷൻ എന്ന് പറഞ്ഞാൽ അൺടച്ചബിലിറ്റി. ഇനിയും തുടരുന്ന നവോത്ഥാന കേരളത്തിലോ അല്ലെങ്കിൽ ഇത്ര പറയപ്പെടുന്ന പുരോഗതി പ്രാപിച്ചു എന്നാണ് രാജ്യത്തോ ലോകത്തോ നിലനിൽക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ മുകളിലുള്ള ഈ അസ്പൃശ്യതകൾ, അതിനെതിരെ സമരം ചെയ്യുക എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ തിരിച്ചറിയാതെ ഞാൻ ഓൾറെഡി ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ് കൗളവേദ പഠന ശിബിരം നടത്തിയതിനു ശേഷമാണ് ആസിഡ് ആക്രമണം ഉണ്ടാകുന്നത്. കൗളവേദ പഠനം, അന്ന് കൗളവേദം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാത്ത ആൾക്കാരെ കേരളത്തിൽ ഒത്തിരി. അന്ന് സോഷ്യൽ പ്ലാറ്റ്ഫോം മുഖപുസ്തകമൊക്കെ അന്നുണ്ട്, ഫേസ്ബുക്ക്. അന്നൊക്കെ ഇന്ന് ശാക്തേയം പറഞ്ഞ ആൾക്കാർ പോലും എന്നെ കൗളം എങ്ങനെ വേദമാകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. കൗളനെ കൗളമാണ് വേദം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആക്രമണത്തിന് മുമ്പേ ഇത് ചെയ്യുന്നതിന് കാരണം എന്താ വെച്ചാൽ ഇത് കിട്ടാത്തതുകൊണ്ടല്ല, ഇത് അംഗീകാരം എന്ന് പറഞ്ഞാൽ എന്നെ ആദരിക്കുക ചെയ്തിട്ടുണ്ട്. പല സമുദായങ്ങൾ പൊതുക്ഷേത്രങ്ങളിൽ എന്നെ ഇപ്പോൾ ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളൊന്നും തന്ത്രിയാക്കിയിട്ടില്ല. പക്ഷേ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ വിവിധ സമുദായങ്ങളാക്കുന്നുണ്ട്. എനിക്ക് പ്രഭാഷണങ്ങൾ പോയിട്ടുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. മറിച്ച് ചില ആക്രമണം ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളിടത്താണ്. കാരണം പഠിച്ച് മിണ്ടാണ്ടിരിക്കുകയല്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പുരോഹിതനൊക്കെ ആയിട്ട് പൂജിച്ചിരിക്കുകയാണെങ്കിൽ എത്ര ആൾക്കാർ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറവൂർ ശ്രീധരതന്ത്രി ആരെങ്കിലും ആസിഡ് ഒഴിച്ചോ? ഇല്ലല്ലോ. ആരാണ് ഒരു പ്രതിഷ്ഠിച്ചപ്പോൾ നാണുവിന് പ്രതിഷ്ഠിക്കാൻ അധികാരമുണ്ടോ? പഠിക്കുക മാത്രമല്ല ശക്തമായി ചോദ്യം ചെയ്യുന്നു. അത് പഠിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നവരായാലും ശരി, അമ്പലം കയറ്റി എന്ന് അവകാശപ്പെടുന്നു, വഴി നടത്തി എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടാലും ശരി, പാത്രത്തിൽ ചോറുന്നത് ഞങ്ങളല്ലേ എന്ന് അവകാശപ്പെട്ടാലും ശരി, ആ അവകാശം പെടുന്നതിനൊപ്പം തന്നെ അത് നിങ്ങൾ ചെയ്താലും ആ നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം ശരിയാണോ എന്ന് ചണ്ടാളബാബ ചോദിക്കുന്നുണ്ട് സമൂഹത്തിൽ. ഈ ചക്രവ്യൂഹത്തിൽപ്പെട്ട ഒരു അഭിമന്യുവിൻ്റെ അവസ്ഥ പോലെ, അതായത് സംഘപരിവാറിൻ്റെ കുറച്ച് ഭാഗത്ത് അഭിപ്രായങ്ങൾ, മതേതരവാദികളുടെ കുറച്ച് അഭിപ്രായങ്ങൾ, അതേപോലെ തന്നെ ഇപ്പം മതം കൺവേർട്ട് ചെയ്യുന്ന ലോബികളുണ്ട്. അപ്പം ഇവരോടൊക്കെയുള്ള ഒരു സമീപനം എങ്ങനെയായിരുന്നു?
അല്ല, നമ്മളെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനിപ്പോൾ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മളൊരു ദലിതൻ മാത്രമാണോ ചോദിച്ചാൽ അതല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഞാനിപ്പോൾ ഇപ്പം നേരത്തെ ട്രാൻസ്ജെൻഡറുടെ കാര്യം പറഞ്ഞു, ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ദലിത് ആദിവാസി വിഭാഗങ്ങൾ സമൂഹത്തിൽ അനുഭവിക്കപ്പെടുന്ന ഈ തിരസ്കരണങ്ങളും മാറ്റത്തിലും കൂടുതലാവുകൊണ്ട് അത് നേരിട്ട് അനുഭവം ഉള്ളത് കൊണ്ട് ആ വിഷയം സംസാരിക്കുന്നു എന്ന് കരുതി അത് മാത്രമല്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സമൂഹത്തിൽ നോക്കുമ്പോൾ ദലിതുകളുടെ മാത്രം പറയുന്ന ആളുകൾക്ക് കിട്ടുന്ന സ്വീകാര്യതൊന്നും ചണ്ടാളവാക്ക് പലപ്പോഴും കിട്ടാറില്ല. കാരണം വെച്ചാൽ നമ്മൾ നിഷ്പക്ഷവാന. അപ്പം അങ്ങനെ പറഞ്ഞു, ഈ പുരോഗമനവാദം എന്നപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാവട്ടെ, അവർ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരു ആത്മീയാചാരനായിരിക്കും നമ്മൾ. കാരണം വളരെ മാറ്റങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ബ്രാഹ്മണ സംഘപരിവാർ ആശയങ്ങൾക്കെതിരെ ശക്തമായി സംസാരിക്കുന്നുണ്ട്. ഇനി അപ്പോൾ അവർക്ക് ശരി, പക്ഷെ അവർ ചെയ്യുന്നില്ല. ഇനി ഇവിടെ സംഘപരിവാറിനാണെങ്കിലോ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇപ്പോൾ EMS സർക്കാരാണ് ആയത്. സർക്കാർ EMSൻ്റെ നാട്ടിൽ നിന്നാണ് ചണ്ടാളപ്പ വരുന്നത്, ഏലംകുളത്ത് നിന്നാണ് വരുന്നത്. മനയുടെ തൊട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ആ ക്ഷേത്രത്തിൽ പോലും ഇപ്പോഴും ഒരു എന്താ പറയുക, ജാതി ബ്രാഹ്മണേതര വ്യക്തിയെ മാല കെട്ടാൻ പോലും നിർത്തുന്നില്ല എന്ന് നമ്മൾ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ. മനസ്സിലാക്കണം, EMSൻ്റെ ക്ഷേത്രത്തിൽ ഇപ്പോൾ നമ്മുടെ പിതാവ് ഒരു ശാന്തിക്കാരനാണ്, അത് ഞാൻ ഷെഡ്യൂൾ കാസ്റ്റ് പെട്ട വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് എത്രയോ 50-60 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ക്ഷേത്രത്തിലാണ് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വിപ്ലവം പറയുന്ന കേരളത്തിൽ അല്ലെങ്കിൽ ഏലംകുളത്ത് അദ്ദേഹത്തെ ആ EMSൻ്റെ ഓത്ത് പഠിച്ച ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പഠിച്ച ശ്രീരാമ ക്ഷേത്രമാണ് അത്രേ, അവിടെ കയറ്റിക്കൂടെ? അപ്പോൾ അത് ചെയ്യാത്തത് എൻ്റെ അച്ഛനല്ല, ഏതെങ്കിലും ആരും ചെയ്യാം. അപ്പോൾ ആ ഏലംകുളത്തുള്ള 80 വയസ്സുകാരനെ പോലും ചെയ്യാതിരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ സത്യത്തിൽ സംഘപരിവാറുകാർക്ക് എന്നെ മുന്നോട്ട് നിർത്താം, ഇടതുപക്ഷത്തിനെതിരാന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ കൺവേർഷനെ ശക്തമായി എതിർക്കുന്ന ആളാണ് നമ്മൾ. സംഘപരിവാറോ മറ്റുള്ളവർക്കോ ആർക്കും വേണ്ടി എന്നെ മുന്നോട്ട് നിർത്താം. പക്ഷെ ചെയ്യാത്തതിന് കാരണം എന്താ വെച്ചാൽ ഇത് പറയുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ നന്മയും പറയും, അവർ ചെയ്യുന്നത് ശരിയില്ല. കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാർ വീട്ടിൽ കയറിയ കാല് കല്ലും തന്നെ പറയുന്നേ. അതിന് കാരണം മറ്റൊന്നല്ല, ഈ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മനുഷ്യനെ ശുശ്രൂഷ, ഇപ്പോൾ നമ്മൾ ആത്മീയ ശുശ്രൂഷയാണെങ്കിൽ അവരത് ചെയ്താൽ പോരെ? അവർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, ജോലി സൗകര്യം, ഇതൊക്കെ ചെയ്യാം. ഇത് അതിൻ്റെ ഒപ്പം മതം കൂടിയും കച്ചവടം ചെയ്യും. അപ്പോൾ അതിനൊരു ദുരുദ്ദേശം ഉണ്ടായിരിക്കണം. ആ ദുരുദ്ദേശം എന്ന് പറഞ്ഞാൽ വൈദേശികമായ ഫണ്ട് സ്വീകരിക്കുക എന്നാണ്. ആ ഫണ്ട് ഇത്ര തലയാണ്. രാജ്യത്തെ ദരിദ്രരുടെ പോലെ തന്നെയാണ്. രാജ്യത്തെ ദരിദ്രർ എന്താ ഇപ്പോൾ ഇല്ലാതെ, എന്നും ദരിദ്രരുണ്ടല്ലോ. എന്താ കാര്യം? ദരിദ്രരുടെ എണ്ണം കാണിച്ചിട്ടേ ലോകരാജ്യങ്ങളിൽ നിന്ന് സഹായം തേടാൻ പറ്റുള്ളൂ. അപ്പോൾ രാജ്യത്ത് ലോകത്ത് ദരിദ്രം ഉണ്ടാവണമെന്ന് അതാത് സർക്കാരുകൾക്ക് ആഗ്രഹമുണ്ട്, അത് മാറ്റില്ല. അതിദരിദ്രരൊക്കെ ഇല്ലാണ്ടായി എന്ന് പറയുക മാത്രമാണ്. അപ്പോഴും ദരിദ്രർ ഇവിടെ ഉണ്ട്. കാരണം ദരിദ്രരെ കാണിക്കാൻ വേണം, എല്ലാവരും സമ്പന്നമാവാൻ പറ്റില്ല. മുതലാളിയും തൊഴിലാളിയും പറയുന്ന പ്രസ്ഥാനങ്ങൾ അവരൊരിക്കലും എല്ലാവരും മുതലാളിയാവാൻ സമ്മതിക്കില്ല. അപ്പോൾ മുതലാളി എല്ലാവരും ആയിക്കഴിഞ്ഞാൽ പിന്നെ തൊഴിലാളിയില്ല, പ്രസ്ഥാനമില്ല. ഇതുപോലെ തന്നെ എല്ലാവരും ബ്രാഹ്മണനാകണം എന്ന് പറയുന്നവർ എല്ലാവരെയും ബ്രാഹ്മണനാക്കില്ല. കാരണം എല്ലാവരും ബ്രാഹ്മണനായാൽ പിന്നെ ഇവർക്ക് പറയാൻ ആശയമില്ല, ആശയദാരിദ്ര്യം വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് ഒരു വിഷയം. ലോകത്തെമ്പാടുമുള്ള ട്രൈബ്സ് അവിടെ ഇല്ല, അതൊക്കെ കൺവേർട്ട് ചെയ്യപ്പെട്ടു. ആ കൺവേർട്ട് ചെയ്യപ്പെട്ട് അവർക്ക് ഗുണമുണ്ടോ വെച്ചാൽ ഇല്ല കേട്ടോ, ഇന്നും ദരിദ്രം തന്നെയാണ്. പരിവർത്തനം ഇപ്പോൾ നവോത്ഥാന കാലത്ത് പരിവർത്തനം ചെയ്യപ്പെട്ടു പോയ ഒത്തിരി ആളുകൾ ഇന്നും ദുരിതത്തിലാണ്. നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഒരു രക്ഷയില്ല, 1-2 പേർക്കൊക്കെയാണ് ഗവൺമെന്റ് ജോലി കിട്ടിയിരിക്കുന്നത്. പൊയ്കയിൽ അപ്പച്ചൻ കുമാരഗുരുദേവനൊക്കെ ഉണ്ടായത് അവിടെ നിന്നാണ്. പൊയ്കയിൽ അപ്പച്ചൻ ബൈബിൾ കത്തിച്ച രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനമാണിത്. പക്ഷെ നമ്മൾ ഇപ്പോഴും അംബേദ്കറുടെ മനുസ്മൃതി മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന കത്തിച്ചത് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ജനങ്ങളെ കാണിച്ച് പൈസ വാങ്ങുന്നു. അതുപോലെ തന്നെയാണ് അവർ ഈ രാഷ്ട്രീയപരമായിട്ട് ഈ രാജ്യത്ത് പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഈ പാർലമെന്ററി സീറ്റ് എന്ന് പറഞ്ഞാൽ 300-500 എത്ര കണക്ക് 500 എത്ര സീറ്റുകളുണ്ട്, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും ശരി, ആ നല്ലൊരു ശതമാനമാണ് ഈ രാജ്യത്തെ സീറ്റുകൾ അവർക്ക്. ആ സീറ്റ് കൈയടക്കുക. അപ്പോൾ എന്തായി? ഈ ദൈവരാജ്യം വരിക എന്ന് പറയുമ്പോൾ ദൈവരാജ്യം മാത്രം വന്നാൽ പോരാ. ദൈവരാജ്യം വന്നാൽ മതിയെങ്കിൽ പരിശുദ്ധ ബൈബിൾ പറയുന്നത് വെച്ചാൽ ദൈവരാജ്യം അതാ വരുന്നു ഇതാ വരുന്നു പറയേണ്ട, ദൈവരാജ്യം നിന്റെ ഉള്ളിലിരിക്കുന്നു എന്നാണ് പറഞ്ഞത്, ഓരോരുത്തരും ഉള്ളിലാണ്. അപ്പോൾ പിന്നെ അത് കൊണ്ടുവരേണ്ട. പക്ഷെ മറിച്ച് എന്താണ്, ഇവിടുത്തെ അധികാരം പിടിക്കുക. ഇവിടുത്തെ മാത്രമല്ല, യൂണിവേഴ്സായിട്ടുള്ള അധികാരം പിടിക്കുക എന്ന ആ ക്രൈസ്തവ മൈൻഡാണ്. കോൺസ്റ്റന്റ് ചക്രവർത്തി എന്താണോ ക്രിസ്തുമതം രൂപീകരിച്ചപ്പോൾ, യേശുവിൽ നിന്നല്ല ക്രിസ്തുമതം ഉണ്ടാകുന്നത്, കോൺസ്റ്റന്റ് ചക്രവർത്തിയാണ് ഇന്നത്തെ വ്യവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ട? പൗരോഹിത്യം കൂടി രാജാവിന്റെ കയ്യിലേക്ക് വരിക. അപ്പൊ അധികാരം പൂർണ്ണമാക്കുക. ഈ ലോകത്തിന് പിടിച്ചെടുക്കണം. ഈ ഭാരതത്തിൽ ഇന്ത്യയിൽ തന്നെയുള്ള ഈ രാഷ്ട്രത്തിന്റെ ഭരണം കൈയാളാൻ വേണ്ടിയിട്ട് അവർക്ക് അംഗസംഖ്യ വേണം. അതിനുകൂടിയാണ് ഈ കൺവേർഷൻ. അപ്പൊ ഇതിനെ കുറ്റം പറയുന്ന സംഘപരിവാർ. ഇവർ ഇതിനൊരു മര്യാദ കാണിക്കണം. ഇവരെന്താ ചെയ്യുന്നത്? ഇവർക്ക് ഇവരുടെ ഐഡിയോളജി, ബ്രാഹ്മണിക് ഐഡിയോളജി നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ബ്രാഹ്മണിക് ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവണം. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവർ ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളുടെ കൾച്ചറിനെ കുറിച്ച് മിണ്ടുന്നേ ഇല്ല. ബ്രാഹ്മണിസം അല്ല അവരുടെ കൾച്ചർ. അപ്പോൾ അവരും എന്ത് ചെയ്യണേ? അവരും ബ്രാഹ്മണസ്ഥിത എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ബ്രാഹ്മണനാകാം എന്ന് പറയും. എന്നിട്ടോ അങ്ങനെ ബ്രാഹ്മണനാക്കിയ ഒരാളെ പോലും അവരുടെ ഒരുപാട് സംഘടനകളുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതി പോലുള്ള സംഘടനകളുണ്ട്. അവിടെ ഒന്നും തന്ത്രിയൊന്നും ആക്കിയിട്ടില്ല. ശാന്തിക്കാരുണ്ട്, പക്ഷെ തന്ത്രിയാക്കിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? ഇവരൊക്കെ ഒരേ കൺവേർഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അങ്ങ് ചോദിച്ചാൽ ആരും നമ്മളെ സ്വീകരിക്കില്ല. കാരണം ഇവിടെ എന്താ വെച്ചാൽ മനുഷ്യ സ്നേഹമാണെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കണം. അതില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചോദ്യം കടന്നു വന്നിരിക്കും. അമേരിക്കൻ കോർട്ടിനൊരു പേപ്പർ, അമേരിക്കയിൽ നമുക്കൊരു ബന്ധമില്ല, അങ്ങ് ഡൽഹിയിലുണ്ടാ പിടിപാട് എന്ന് പറഞ്ഞാൽ നമുക്കില്ല. നോക്കിയപ്പോൾ എന്താ വെച്ചാൽ അമേരിക്കയിൽ ഒരു വ്യക്തി, ഒരു സ്ത്രീ, അവരുടെ സ്വത്ത് ചണ്ടാള ബാബയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണ്.
അമേരിക്കൻ പേഴ്സണാണ്. ഈ നാട്ടിൽ ഞാനുമായിട്ടൊരു ബന്ധമില്ല. എൻ്റെ യൂട്യൂബൊക്കെ ഇടയ്ക്ക് കണ്ട് മെസ്സേജൊക്കെ ഇട്ടുന്ന കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അവരെങ്ങനെ മലയാളം മനസ്സിലാക്കി എനിക്കറിയില്ല. അപ്പോൾ അതെന്താ വെച്ചാൽ അതിനെതിരെ അവർ മരിക്കും ചെയ്തു. അവരുടെ ഫാമിലി കോർട്ട് പോയിരിക്കുക. ഞാൻ ഈ വിഷയമായിട്ട് സ്വാഭാവികമായിട്ടും ഈ പട്ടികജാതിക്കാരെ പട്ടികവർഗക്കാരെ മുന്നോട്ട് നയിക്കണം അല്ലെങ്കിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യണ്ടേ? ഞാൻ ഇത്രേ ചെയ്തുള്ളൂ. എന്താ വെച്ചാൽ ഈ ഒരു കേസിൽ അവിടെ ഏതെങ്കിലും അഡ്വക്കേറ്റിനെ കണ്ടെത്തി തരാൻ പറ്റുമോ എന്ന് ഇവിടുത്തെ ഹൈന്ദവ സംഘടന, മുഖ്യധാര ഹൈന്ദവ സംഘടനകളുമായിട്ട് പല നേതാക്കളുമായിട്ട് കോൺടാക്ട് ചെയ്ത് സന്യാസ സഭയിലെ തന്നെ പലരുമായിട്ട് ബന്ധപ്പെട്ടു. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു. അപ്പോൾ എന്നോട് ഹിന്ദു പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കുന്ന ഒരു അഡ്വക്കേറ്റ് പറയുകയാണ്, ഇത് പെട്ടെന്ന് നടക്കാനൊരു മാർഗ്ഗമുണ്ട് ബാബാജി. എന്താ? അങ്ങ് ക്രൈസ്തവ മതം കൺവേർട്ട് ചെയ്താൽ മതി, അവരാണെങ്കിൽ പൈസ വാങ്ങിത്തരാൻ വേണ്ടി നോക്കും. ഞാൻ പറഞ്ഞു എനിക്കുണ്ണാനല്ല, ഇത് കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ പ്രവർത്തിക്കാൻ ഇവിടെയുള്ള ഈ ആളുകൾക്ക് ഗുണപ്പെടുകയും ചെയ്യും. എനിക്ക് വ്യക്തിപരമായിട്ട് വേണ്ട, അത് ഞാൻ സമൂഹത്തിന് വേണ്ടി മതം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അല്ലേ ഈ പൈസ അല്ലെങ്കിൽ ഈ സ്വത്തുക്കൾ സ്വാമിയുടെ പേരിലേക്ക്? അല്ല, ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഈ എൻ്റെ തോട്ടും എൻ്റെ രീതി അവർ എൻ്റെ എന്താ പറയുക വെബ്സൈറ്റൊക്കെ സന്ദർശിച്ചിട്ട് അവർക്കത് ഞാൻ എന്താ പറയണേ മനസ്സിലായി. അതോടെ തന്നെ അവർ കുടുംബത്തിനൊന്നും കൊടുക്കാതെ അവർ അത്രയും കണ്ടിട്ട് അവർ മെസ്സേജുകളിലൊക്കെ അങ്ങനെ നമ്മോടുള്ള വലിയ സ്നേഹമാണ്, ഒരു ആധ്യാത്മിക പ്രണയം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ്. ഞാനുമായിട്ടൊരു സംസാരമില്ല, കോൺടാക്ട് ചെയ്തിട്ടില്ല, മെയിൽ അയച്ചിട്ടുണ്ടേ. പക്ഷേ ഞാൻ എന്താ വെച്ചാൽ റീപ്ലൈ കൊടുക്കുകയും ചെയ്തിട്ടില്ല. ഒരു വട്ടം ഒറ്റ റീപ്ലൈ എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ആശ്രമത്തിൽ, എനിക്ക് ഇംഗ്ലീഷൊന്നും വല്ലാണ്ട് ഇങ്ങനെ ഇവരോട് ഇപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും വയ്യ. അപ്പോൾ ഇവരോട് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആശ്രമത്തിൽ കോൺടാക്ട് ചെയ്തോളൂ, നമ്പറും വെച്ചു, ഇത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിയും പറയുന്നത് ഇദ്ദേഹം എന്തോ ബ്ലാക്ക് മാജിക്കിലൂടെ വളർച്ചെടുത്താണെന്നൊക്കെ അവരുടെ ഫാമിലി അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഫാമിലി ഇല്ല, ഫ്രണ്ട്സാണ്. ഫാമിലി അവർക്ക് വേറെ ആരും ഇല്ല. അപ്പോൾ അത് പറയാം. അപ്പോൾ ആ രീതിയിൽ അടിസ്ഥാന വിഭാഗങ്ങളെ സഹായിക്കാനാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ വിശ്വഹിന്ദു പോലുള്ള സംഘടനകൾക്ക് എല്ലാ ലോകത്തെമ്പാടും അവർക്ക് വേരുകളുണ്ടെന്നാണ് പറയുന്നത്. അവർ ചെയ്യണ്ടേ? ഇല്ല. അപ്പം ഞാനത് ചെയ്യാത്തതുകൊണ്ടല്ല കേട്ടോ ഇവരെ പറയുന്നത്. അതൊന്നല്ല ഞാൻ പറയാം, സഹായിക്കണമെങ്കിൽ ആർക്കും ചെയ്യാം. ഇനിയിപ്പോൾ അല്ല, ഈ ക്രൈസ്തവ പുരോഹിതന്മാർക്കും ചെയ്യാലോ. ഇത് ഇയാൾക്ക് കൊടുത്തതാണ്. ആ പട്ടികജാതിക്കാരും പട്ടികക്കാരും ശുശ്രൂഷിക്കണം. ആ ശുശ്രൂഷ ഭാഗമായിട്ട് അയാൾ സ്വത്വപരമായിട്ട് ശുശ്രൂഷിച്ചോട്ടെ. ഇല്ലയെന്ന്. അപ്പം ഇതൊക്കെ പോലും അധികാരത്തിന് വേണ്ടിയിട്ടും പിന്നെ ഈ അധികാരത്തിലിരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് അവർക്ക് ലോണ് സംഘടിപ്പിക്കണമെങ്കിലും ഇതൊക്കെ വേണം. കാരണം ഞാൻ ഈ മേഖലയിലാകുമ്പോൾ എനിക്ക് ലോണിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. ഒരു ലോണ് പാസ്സായാൽ ഇത്ര കമ്മീഷൻ എന്നുള്ളത് വ്യവസ്ഥ എനിക്കിത് അറിഞ്ഞിരുന്നില്ല. ഈ ലോൺ ഏജൻസികൾ എന്നെ കാണാൻ വേണ്ടി ഏജൻറ്റുമാരുണ്ട്, എന്നെ കാണാൻ വന്നിട്ട് ബാബാജി എന്താ പറയുക, ഇന്നൊരു ഇപ്പോൾ കർണാടകയിലുണ്ടായ സംഭവം, കർണാടകയിൽ യെച്ചൂരപ്പയുടെ സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം. ഞങ്ങൾക്ക് ഒരു ഫണ്ട് വരാനുണ്ട്. എന്താ യെച്ചൂരപ്പ കഴിഞ്ഞ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാവുന്നതിന് പ്രശ്നം ഉണ്ടായി ഇടയ്ക്ക്. BJP ഭരിക്കുകയും കോൺഗ്രസ് ആണ് ആദ്യം വരാണ്ടിരുന്നത്, കോൺഗ്രസ് വന്നില്ല. ആ സമയത്തുള്ളൊരു ഇടപാടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ഇയാൾ മാറിയാലേ അത് നടക്കുള്ളൂ. ആദ്യത്തെ വരേണ്ട ആൾ വന്നിരുന്നെങ്കിൽ ഈ ഫണ്ട് വാങ്ങാമെന്ന് ബാങ്കിനോട് ഓക്ക് കൊടുത്തതാ. ആ ഫണ്ട് വാങ്ങിയ കോടിക്കണക്കിന് രൂപയാണ് ആ ഏജൻസിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഏജൻറ്റ് വന്ന് സംസാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഇത് എന്താ പരിപാടി എന്നറിയുന്നത്. അപ്പോൾ അത് സർക്കാരിന് വാങ്ങുന്ന പൈസയിൽ നിന്ന് എല്ലാവർക്കും പങ്കുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ദരിദ്രന്മാർ വേണം. അതുകൊണ്ട് തന്നെ ഇതിനെ തുറന്നു പറയുന്ന കേവലം ഭക്തിയിൽ ആൾദൈവമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ആൾദൈവമായിട്ട് ഇരിക്കുന്ന ആൾദൈവമാണെന്ന് പറയുന്ന ആളുകളെ നിരന്തരം കുറ്റം പറഞ്ഞിട്ട് അവിടെയും നമ്മുടെ ലീഡേഴ്സ് പോയി നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ആളുകൾ ഈ കുലദേവത ആചാരപ്രകാരം മുൻപോട്ട് പോയാൽ അല്ലെങ്കിൽ ഇനി വരുന്ന കാലത്ത് അതിൽ കൂടുതൽ വിശ്വസിച്ചാൽ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ സംഘപരിവാറിന് അതൊരു തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ടാണ് ബാബയെ പോലുള്ള ആളുകളെ അവർ സപ്പോർട്ട് ചെയ്യാത്തത് എന്നുള്ളൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? കുറേയൊക്കെ എന്താ വെച്ചാൽ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ സംവിധാനം പോകുന്നോ ക്ഷേത്രം പോകുന്നല്ല പോണത്. പക്ഷെ മറിച്ച് വെച്ചാൽ കുലധർമ്മം കുലദേവത വന്നു കഴിഞ്ഞാൽ കുലത്തിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അതോടുകൂടി ബ്രാഹ്മണിസം എന്ന വ്യവസ്ഥ ഉണ്ടാവില്ല. കാരണം കുലധർമ്മത്തിലൂടെ നമ്മൾ പറയാൻ ശബരിമലയിലും മാറ്റങ്ങൾ എല്ലായിടത്തും അവനവനെ കുറിച്ച് ഇപ്പോൾ എന്താ പറയുക, ലക്ഷ്മിയെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ വരുമ്പോൾ അത് തന്നെയാണ് ലക്ഷ്മിയാക്കുന്നത്. ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിനായാലും. അപ്പോൾ അവിടെ വെച്ചാൽ കുലപരമായിട്ടും കുലം തന്നെ ഒരു കൂട്ടമാണ്, ഒരു ദേവതയുമായി ബന്ധപ്പെട്ട കൂട്ടമാണ്, ഗോത്രം പോലെ തന്നെ. അവർക്ക് അവരെക്കുറിച്ച് കൾച്ചറിക്കലൊരു ബോധം വന്നാൽ പിന്നീട് അവരേനെ ബ്രാഹ്മണിസോ മറ്റുള്ളതോ പറയാൻ പറ്റില്ല. അത് തകർക്കാനും പറ്റില്ല, ചേർക്കാനും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവർ ഇത്തരമുള്ള വിങ്ങുന്നു മാറി ഒരു അത്തരം ഒരു പൊളിറ്റിക്സ് ഇവിടെ കടന്നു വരും, ഒരു സാമുദായിക പൊളിറ്റിക്സ് കടന്നു വരും. സാമുദായിക പൊളിറ്റിക്സിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക ചെറുത്ത് നിർത്തുന്ന ഒരു വിഭാഗമാണ് അല്ലെങ്കിൽ സംഘടനയാണ് സംഘപരിവർത്തനങ്ങൾ. അവർ സാമുദായികമായിട്ടുള്ള എത്ര ആൾക്കാരുള്ള അതിനെ അംഗീകരിക്കുന്നില്ല. കാരണം സാമുദായികത വന്നു കഴിഞ്ഞാൽ ഓരോ സമുദായം ഈക്വലായിട്ട് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ ഈ പറയപ്പെടുന്ന ബ്രാഹ്മണിക് ഐഡിയോളജി നടക്കില്ല. മുർമുവിനെ പ്രസിഡന്റ് ആക്കിയത് ആരാണ്, മോദിയെ മന്ത്രിയാക്കിയത് ആരാണ്, ഈ ചോദ്യങ്ങളില്ല പിന്നെ. കാരണം അത് ശക്തിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ജാതി സെൻസസിനെ ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടി ആൾക്കാർ എപ്പോഴും എതിർക്കുന്നുണ്ട്. ഞാൻ കോൺഗ്രസ്സുകാരായിട്ട് പറയല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ പ്രശ്നം. ഇത് നിഷ്പക്ഷമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ കുലധർമ്മം കുലദൈവം വന്നു കഴിഞ്ഞാൽ അതാത് വിഭാഗങ്ങൾക്ക് ഈക്വാലിറ്റി വരും, ചാതുർവർണ്ണ സിദ്ധാന്തം തകർക്കപ്പെടും. അതുകൊണ്ടാണ് സ്വാമിക്ക് സപ്പോർട്ട് കുറയുന്നതെന്നുള്ളൊരു അഭിപ്രായം.
അല്ല അവർ ആദ്യം അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവർക്കൊക്കെ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ മാത്രമല്ല, നമ്മൾ പറയുന്ന കാലത്തൊക്കെ നമ്മൾ തന്നെയുള്ളൂ മുഖ്യതല്ല എങ്ങനെ നോക്കിയാലും. പക്ഷെ മറിച്ച് ഇന്ന് കൂടുതൽ യുവാക്കൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ആചാര്യന്മാർ പറയേണ്ടി വരുന്നത്, വേദാന്തം പറയുന്ന സന്യാസിമാർ പോലും അവർക്ക് അറിയാത്ത കുലദൈവത്തെ, കുലം അവർക്കില്ല, എന്നിട്ട് പോലും അവർ കുലദൈവത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ബാബയുടെ ഈ വസ്ത്രവിധാന രീതികൾ, അല്ലെങ്കിൽ കൂടുതൽ ജനറേഷൻസ് യൂത്തന്മാരായിട്ടുള്ള ആളുകൾ? തീർച്ചയായും നമ്മുടെ ആത്മീയത, ഇപ്പം ഞാൻ ആദ്യകാലത്തൊക്കെ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഏതൊരാൾ എഴുതിയിട്ട് ദിലീപിൻ്റെ മുല്ല ക്യാരക്ടറാണെന്ന്, എൻ്റെ ദീക്ഷിത വേഷമാണ്, മുട്ടയെടുത്താലും മുണ്ടനം ചെയ്തിട്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ആസ്വദിക്കുകയാണ് കേട്ടോ, കുറ്റം പറഞ്ഞതല്ല. അങ്ങനെയൊക്കെ എല്ലാ കലാകാരന്മാരും വളർന്നു കേട്ടോ, നമ്മളതിനൊരു കാരണമായിട്ട് സന്തോഷം കണ്ടത്. അപ്പോൾ അവിടെ വെച്ചാൽ ആ ദീക്ഷിത വേഷത്തിലിരിക്കുന്ന സമയത്ത് കൗബീനം എടുത്തിട്ടാണ് നമ്മളിരിക്കുക. കൗബീനം എടുത്തു കഴിഞ്ഞ് ഇപ്പോൾ കൊടുങ്ങല്ലൂർ കോഴിബലിയുമായി ബന്ധപ്പെട്ട് പോകുന്ന വേഷം ഏകദേശം അതിനോട് അടുത്ത് നിൽക്കുന്ന, അങ്ങനെ അല്ലെങ്കിൽ പോലും. പിന്നെ അതിനുശേഷം മുട്ടോളം മുണ്ടെടുത്തു, അങ്ങനെ ഇരുന്നിട്ടുണ്ട് നമ്മൾ. അങ്ങനെ ഒക്കെ ആത്മീയതയിലെ വേഷങ്ങൾ പലതും, അതൊന്നും തെറ്റാന്നല്ല, അതൊക്കെ ആത്മീയതയുടെ അടയാളപ്പെടുത്തലുകളായിരുന്നു. പിന്നെ നമ്മൾ റീഡ് ചെയ്തപ്പോൾ തോന്നിയെന്താ വെച്ചാൽ, പല സ്ഥലത്തും പോകുമ്പോൾ ഈ വേഷം കണ്ടിട്ടാണോ ആളുകൾ ഈ റെസ്പെക്റ്റ് ചെയ്യുന്നത്, എനിക്കൊരു തോന്നൽ. അപ്പോൾ ഞാനൊരു പരീക്ഷണം നിലയ്ക്ക് എന്ത് ചെയ്തു, ഒരു ഈ ജുബ്രിയും ഇതുപോലെ തന്നെ ഒരു സാധനമൊക്കെ ഇട്ടിട്ടൊന്ന് പോയി നോക്കി. അപ്പോൾ സമയത്ത് ആ മുട്ടയടിച്ചിട്ട് ആ മുണ്ടെടുത്ത് പോയേ പോലെയൊന്നും അല്ല, സമയത്ത് ചെറിയ മാറ്റമുണ്ട്. സ്വാഭാവികമായിട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വിഷയം വസ്ത്രത്തിലാണ്. അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു വസ്ത്രത്തിൻ്റെ ഒരു ഫൈറ്റ് അതിലുണ്ട്. ആധ്യാത്മികതയ്ക്ക് വസ്ത്രം വേണ്ട, വസ്ത്രമല്ല. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന നാളെ ചിലപ്പോൾ കൗബീനം എടുത്തിട്ടിരിക്കും. അപ്പോൾ അതായത് ആ വസ്ത്രം ആത്മീയതയ്ക്ക് ആധാരം വസ്ത്രമല്ലെന്നും കാവ്യം എടുത്ത് ജട വെക്കുന്നത് മാത്രമല്ല സന്യാസം എന്നും, ഏത് രൂപത്തിലിരുന്നാലും ആത്മീയത ആത്മാവിനുമായി ബന്ധപ്പെട്ടതാണെന്നും, അതുണ്ടെങ്കിൽ അത് ലോകർക്ക് ദർശിക്കേണ്ടത് അവരുടെ പെരുമാറ്റം കൊണ്ടും ജ്ഞാനം കൊണ്ടുമാകണം. ഇപ്പോൾ പെരുമാറ്റം കൊണ്ട് മാത്രം പറ്റില്ല. കാരണം ദേഷ്യപ്പെടുന്നതിനോട് നമ്മൾ കുറേ വേദോതിയിട്ട് കാര്യമൊന്നുമില്ല. അതിനുവേണ്ടി അടുത്ത് വരുമ്പോൾ മാത്രമാണ് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് ബോധ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. അടുത്തതാണ് അങ്ങ് പറഞ്ഞ പോലെ പുതിയ ജനറേഷൻ. അവരെന്താ വെച്ചാൽ സ്വതവേ ഇപ്പോൾ ഏത് മതത്തിൻ്റെ ആയാലും ശരി, അതിൻ്റെ ഒരു ആത്മീയത എന്ന് പറഞ്ഞാൽ അതിനൊരു വേഷം, അതിനൊരു രീതി, അതൊരു ചട്ടക്കൂട് പോലെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് ഹിന്ദുയിസം ട്രഡീഷണലി പറഞ്ഞ നേരത്തെ താടി, ജട, ഭസ്മം, ഇതൊക്കെ എന്തോ തെറ്റല്ല കേട്ടോ. അതൊക്കെ മാതാ അമൃതാനന്ദമയുടെയും സത്യ സായിബാബയുടെയും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വസ്ത്രവിധാനം എന്ന് പറയുന്നതിനോട് അങ്ങനെ തോന്നുന്നുണ്ടോ? അവരുടെ ആ ഒരു വസ്ത്രവിധാനവും അല്ല, അവിടെ അവർ വെള്ളയും വെള്ളം എടുത്താലും അവിടെ സന്യാസിമാർക്കും മറ്റുള്ളവർക്ക് നിയമങ്ങളുണ്ട്, കാവ്യനുള്ള നിയമങ്ങൾ. അതിപ്പോൾ അവർ പറഞ്ഞതൊന്നുമല്ല കേട്ടോ, ട്രഡീഷണലായിട്ട് ഫോളോ ചെയ്തു പോകുന്നത്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ആത്യന്തിക ഇപ്പോൾ സായിബാബയ്ക്ക് കൃത്യമായി സായിബാബ ഒരേ ഡ്രസ്സ് അങ്ങനത്തെ അത് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ആ വസ്ത്രം ഇട്ടു, പക്ഷെ അതന്നെയാണെന്ന് പറയണ്ട, അങ്ങനെ വരാൻ പാടില്ല. ഇപ്പോൾ കാന്തപുരം ഉസ്താദ് കോട്ടിടുന്നുണ്ട്, അതുപോലെ ഉസ്താദുമാരൊക്കെ കോട്ടിടുന്നുണ്ട്. ആ കോട്ടിട്ടു, പക്ഷെ താഴെയുള്ള മുണ്ട് വേണ്ടാക്കിയിട്ടില്ല പലരും. അപ്പം മുണ്ടെടുത്തോട്ട് എടുക്കണം എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ, അതുപോലെ പള്ളിയിലച്ചന്മാരാണെങ്കിൽ പാൻറ് ഷർട്ട് ഇടുന്നുണ്ട്, ഒപ്പം ലോഹം ഇടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വസ്ത്രത്തിൻ്റെ ഒരു കണ്ടീഷൻ വേണ്ട, ആ വസ്ത്രത്തിൻ്റെ ലിമിറ്റേഷൻ കൂടി പോയിട്ട് യഥാർത്ഥ ആത്മീയതയ്ക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ പുതിയ ജനറേഷൻ ഈ ഡ്രഗ്സിനൊന്നും അടിമപ്പെട്ട് പോവില്ല എന്ന്. ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ കുപ്പായവും ഈ എല്ലാം ഉപേക്ഷിക്കലുമാണെന്ന് കരുതുകയാണേ. എന്നിട്ട് ഒറ്റപ്പെടുക, പിന്നെ മറ്റു മതങ്ങളോട് വെറുപ്പുണ്ടാക്കുക. ഇവിടെ നിൽക്കാണ്ട് മറ്റു മതങ്ങളൊക്കെ മോശം, എല്ലാവരും കുറ്റം പറയുകയാണ്, എല്ലാവരും കണക്കാ, അങ്ങോട്ടുകൊണ്ട് കുറ്റം പറയുന്നുണ്ട്, എൻ്റേത് ശരി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പിള്ളേർ വരില്ല. പിള്ളേർ വരാണ്ടാകുമ്പോൾ അവർക്ക് ഇതിനോടൊക്കെ ഒരു വെറുപ്പാവും. പിന്നെ അവർക്ക് ആശ്വാസം എന്താ, സിന്തറ്റിക് ഡ്രഗ്സോ. ബാബയുടെ ആശ്രമത്തിൽ വരുന്ന ഭൂരിഭാഗം ആളുകളിലും വ്യത്യസ്തമായിട്ടുള്ള പ്രായമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ യൂത്തന്മാർ കൂടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്രാവശ്യം ജയന്തിയൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി പെൺകുട്ടികളെ കാണാൻ പറ്റും, ചെറുപ്പക്കാരെ കാണാൻ പറ്റും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ അവർക്കൊക്കെ ഒരു ധാരണ വെച്ചാൽ പുതിയ ചിന്താ പദ്ധതിക്കൊപ്പമാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് എനിക്ക് എൻ്റെ കാഴ്ചപ്പാട്, വേണമെങ്കിൽ വിവാഹം കഴിക്കാം, വേണ്ടെങ്കിൽ വിവാഹം കഴിക്കണ്ട. പക്ഷേ നമ്മളെന്താ വെച്ചാൽ മറ്റൊരാളെ ഉപദ്രവിക്കരുത്. ഇത് പറയുമ്പോൾ എത്രയോ സ്ത്രീകൾ വരുന്ന സമയത്ത് വെച്ചാൽ വിവാഹ ജീവിതം, ഞാൻ ഈ പറഞ്ഞ പോലെ കൗൺസിലിംഗ് പോലെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞപ്പോൾ ജ്യോതിഷപ്രകാരം നോക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ജ്യോതിഷത്തിനപ്പുറം കൂടുതൽ സംസാരിക്കുക ചെയ്യാം, വിശ്വാസത്തിനപ്പുറം ഞാൻ കുറച്ച് കാര്യമായിട്ട് സംസാരിക്കുകയായിരുന്നു. കാരണം മനസമാധാനം തേടിയിട്ട് ഇതിനൊക്കെ വരുന്നത് നമുക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ അത് സംസാരിക്കുമ്പോൾ ഞാൻ കണ്ടത് 80%, 85-90% ആളുകളുടെ വിവാഹ ജീവിതം ഫെയിലാന്ന് പറഞ്ഞാൽ അവരിതൊന്നും തല്ലാന്നല്ല. പക്ഷേ പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് കുറേ അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം, പക്ഷെ എന്നാൽ പോലും ഒരു വല്ല വിമ്മിഷ്ടം പോലെ കാണണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തിനാണ് സത്യത്തിൽ ഫ്രീഡം വേണ്ടേ? അപ്പോൾ വിവാഹം കഴിക്കുന്നു എങ്കിൽ പരസ്പരം അറിഞ്ഞ് ധാരണയിൽ പോകണം. ഇതങ്ങനെയല്ല, ഒരുപാട് ചീറ്റിങ് നടക്കുന്നുണ്ട്, പരസ്പരം അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, അത്തരം ഒരു ലോകത്ത് നമ്മൾ പോകണം, വിവാഹം വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ പരസ്പരം ദുഃഖിക്കാൻ നിൽക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോൾ ഇത് പറയുമ്പോൾ പുതിയ ജനറേഷൻ പിള്ളേർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഒപ്പം അതുപോലെ തന്നെയാണ് വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇതുണ്ട്, വിവാഹം കഴിച്ചില്ലെങ്കിലും ആരും ഉപദ്രവിക്കാനോ പറ്റിക്കാനോ ചൂഷണം ചെയ്യാനോ പോകരുത്. പിന്നെ അതുപോലെ തന്നെ ഡ്രഗ്സിനെ നമ്മൾ ഡ്രഗ്സ് വേണ്ട, സിന്തറ്റിക് ഡ്രഗ്സ് വേണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ.
സ്വതവേ അല്ലാണ്ട് എന്തെങ്കിലും ഇപ്പം നിങ്ങൾ പറയുമ്പോൾ മദ്യപിക്കുന്ന കാര്യത്തിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നൂതനമായിരിക്കുന്ന പല ഓഫീസ് സംവിധാനങ്ങളിൽ അവരെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഡ്രിങ്ക്സ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അത് നിങ്ങൾ അതവിടെ സിസ്റ്റം ആണെങ്കിൽ കുടിയനാവരുതേ, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ അതൊന്നും ഒഴിവാക്കി ലോകം ഇവിടെ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ ഈ ലോകത്തുള്ളതാണ്. കാരണം ഇതിറക്കുന്ന സർക്കാർ തന്നെ കുടിച്ച അസുഖം ഉണ്ടാവും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇറക്കുന്നുണ്ടെങ്കിൽ വാങ്ങുന്നത് കുടിക്കാനാ. ആ കുടിക്കുമ്പോൾ അഡിക്ഷൻ ഉണ്ടാവരുത്. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ, ഒരു സാധനത്തിൽ അഡിക്ഷൻ ഉണ്ടാവരുത് നിങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആത്മീയതയുടെ മേലങ്കികളില്ലാണ്ട്, ജപം പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടൊരു കെട്ടിയിലില്ലാണ്ട്, ഒരു ക്രൈസ്തവ പള്ളിക്ക് ഒരു ഹിന്ദുവിന് കയറി എൻ്റെ ശിഷ്യർക്ക് കയറി പോകണം, നീ അവർക്ക് സമ്മതമാണെങ്കിൽ കയറിപ്പോയിക്കോ, അതിന് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കേക്ക് മുറിക്കാൻ പാടില്ല എന്നൊക്കെ ഇവിടെ പറയുന്നത്. ഞാൻ പറയും കേക്ക് മുറിച്ചോ, ഒരു വിളക്കെത്തിച്ചോ, എൻ്റെ ആരാധനപ്പെടണം, എന്തും കഴിച്ചോ, എന്തും കഴിക്കാം, മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കാം. ഇതൊന്നും ഇതിൻ്റെ ഭാഗമല്ല. ക്ഷേത്രപൂജയ്ക്ക് പോകുന്ന ആൾക്കാരെ കാര്യമല്ല വേണത് സാധനം. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ പുതിയ കുറേ പിള്ളേർക്ക് ധാരാളം പുതിയ പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ കൂടുതൽ ആളുകൾ അതിലേക്ക് വരുന്നുണ്ട്. കാരണം ബാഹ്യ വർഷിപ്പിനപ്പുറം ഉള്ളിലേക്ക് കടന്നു വരാൻ. അതുകൊണ്ട് ചോദ്യം ഇത്രയേ ഉള്ളൂ, വരുന്നുണ്ടോ വെച്ചാൽ ആൺകുട്ടികളും അതുപോലെ തന്നെ പെൺകുട്ടികളും വരുന്നുണ്ട്, അത് സന്തോഷമാണ്. പിന്നെ പഴയ തലമുറയിലുള്ള ആൾക്കാർ തന്നെ പുതിയ ചിന്താപതിയെ കേൾക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഡെപ്ത് അറിഞ്ഞുകൊണ്ട് അവർ ചോദ്യം ചെയ്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കടന്നു വരുന്നുണ്ട്.